بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم ذلك بأن الذين كفروا اتبعوا الباطل وأن الذين آمنوا اتبعوا الحق من ربهم كذلك يضرب الله للناس أمثالهم فإذا لقيتم الذين كفروا فضرب الرقاب حتى إذا أثخنتموهم فشدوا الوثاق فإما منا بعد وإما فداء حتى تضع الحرب أوزارها ذلك ولو يشاء الله لانتصر منهم ولكن ليبلو بعضكم ببعض والذين قتلوا في سبيل الله فلن يضل أعمالهم سيهديهم ويصلح بالهم ويدخلهم الجنة عرفها لهم يا أيها الذين آمنوا إن تنصروا الله ينصركم ويثبت أقدامكم والذين كفروا فتعسا لهم وأضل أعمالهم ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم أفلم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم دمر الله. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير لو كنا نسمع أو نعقل ما كنا في أصحاب السعير ولو كانت الدنيا يدوم لواحد لكان رسول الله فيها مخلدا. ബഹുമാന്യരായ സഹോദരന്മാരെ, രക്ഷിതാക്കളെ, സഹോദരിമാരെ, ഈ ശബ്ദം അടുത്തുനിന്നും അകലെ നിന്നും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇതര മത ആദർശത്തിൻ്റെ വക്താക്കളെ, അല്ലാഹുവിൻ്റെ മതം പറയുന്ന സദസ്സുകളിൽ അവന്റെ മാലാഖമാർ ഇറങ്ങി വരുമെന്നും അതവരെ വലയം ചെയ്യുമെന്നും അല്ലാഹുവിന്റെ കാരുണ്യം അവരെ മൂടുമെന്നും ഒരിക്കലും കളവ് പറയാത്ത നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിച്ചതാണ്. ആ ഒരു ഗൗരവത്തിൽ തന്നെ ഈ സദസ്സിന്റെ അങ്ങിങ്ങായിക്കൊണ്ട് നിൽക്കുന്ന ആളുകൾ ഈ സദസ്സിലേക്ക് കടന്നിരിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. രണ്ട് മൂന്ന് ദിവസങ്ങളായി ഈ ചൂരക്കോട് അത്താണിയിൽ നടന്നുവരുന്ന മതപ്രഭാഷണ പരമ്പരയുടെ 3-ാം ദിവസത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. 2 ദിവസത്തെ പ്രഭാഷണം നമ്മളെല്ലാവരും കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടുന്ന അടിസ്ഥാനപരമായ വിശ്വാസ ആചാര കർമ്മ മേഖലകളിൽ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് ചർച്ച ചെയ്യപ്പെട്ടത്. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ധാരാളം പ്രവാചകന്മാർ ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രദേശങ്ങളിലേക്ക് നിയോഗിതരായിട്ടുണ്ട്. ആ പ്രവാചകന്മാരെല്ലാം ഓരോ സമുദായത്തോടും കടന്നു വന്നുകൊണ്ട് പറഞ്ഞിരുന്ന ഏറ്റവും അടിസ്ഥാനപരമായ, ഏറ്റവും പ്രാധാന്യപൂർവം തന്റെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയമാണ് എന്ന് പ്രമാണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി
ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും കടന്നു വന്നുകൊണ്ട് ആ സമുദായത്തെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. പ്രവാചകരെ, അങ്ങേക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, അവർക്ക് വഹ്യ് നൽകിയിട്ടല്ലാതെ. എന്താണ് ആ പ്രവാചകന്മാർക്കെല്ലാം വഹ്യ് നൽകിയത്? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ഒരു ആരാധ്യനുമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണമെന്ന ആശയം അത് വഹ്യ് നൽകാതെ, അത് സമൂഹത്തെ പഠിപ്പിക്കാനല്ലാതെ ഒരു പ്രവാചകരെയും നാം നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്തിനാണത് പഠിപ്പിക്കുന്നത്? എന്തിനാണ് മനുഷ്യരെ അത് പഠിപ്പിക്കുന്നത്? കാരണം ആ പ്രവാചകന്മാരായ ആളുകളെല്ലാം കടന്നു വന്നുകൊണ്ട് ഈ ആദർശം ജനസമൂഹത്തെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ആ പഠിപ്പിച്ചത് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ മനുഷ്യരായ ആളുകൾക്ക് ലഭിക്കാനുള്ള മരണാനന്തര ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വർഗമെന്ന മഹനീയമായ അനുഗ്രഹത്തിന്റെ കേദാരമുണ്ടല്ലോ, അത് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്, അത് മനുഷ്യർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് മനുഷ്യരെ പ്രവാചകന്മാരെല്ലാം. നോക്കൂ നിങ്ങൾ, പ്രവാചകന്മാരെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയത് എന്താണ്? മുബശ്ശിരീന വ മുൻദിരീന, അവർ സന്തോഷവാർത്ത അറിയിപ്പിക്കുന്നവരാണ്, അവർ താക്കീത് നൽകുന്നവരാണ് എന്ന രൂപത്തിലല്ലേ പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത്? എന്തിനെക്കുറിച്ചാണ് അവർ സന്തോഷവാർത്ത അറിയിപ്പിക്കുന്നത്? സ്വർഗത്തെക്കുറിച്ചാണ് അവർ സന്തോഷവാർത്ത അറിയിപ്പിക്കുന്നത്. നരകത്തെക്കുറിച്ചുള്ള താക്കീതുകളാണ് അവർ സമുദായത്തിന് നൽകിയത്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഓരോ സമൂഹത്തിലേക്കും പ്രവാചകന്മാർ താക്കീതുകൾ നൽകിക്കൊണ്ട്, സന്തോഷവാർത്തകൾ നൽകിക്കൊണ്ട് കടന്നു വരുമ്പോഴെല്ലാം ആ സമൂഹം അവരെ അങ്ങ് ആക്ഷേപിക്കുകയാണ്, ആ സമൂഹം അവരെ അധിക്ഷേപിക്കുകയാണ്, ആ സമൂഹം അവരെ പരിഹസിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, കുല്ലും കസ്സബർ റുസുൽ, എല്ലാവരും ആ പ്രവാചകന്മാരെ നിഷേധിച്ചു തള്ളുകയാണ്, എല്ലാവരും ആ പ്രവാചകന്മാരെ കളവാക്കുകയാണ്. ഫഹക്ക വഈദ്, അങ്ങനെ ആ പ്രവാചകന്മാരെ കളവാക്കുക കാരണത്താൽ, ആ പ്രവാചകന്മാരെ നിഷേധിക്കുക കാരണത്താൽ അവർക്ക് അള്ളാഹുവിന്റെ താക്കീത്, ശിക്ഷയുടെ താക്കീത് അവരുടെ മേൽ സ്ഥിരപ്പെടുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെയാണ് പ്രവാചകന്മാരായ ആളുകളെല്ലാം ഓരോ കാലഘട്ടങ്ങളിലും ഓരോ സമുദായത്തിലേക്ക് നിയോഗിതരാകുമ്പോൾ ആ സമൂഹം അവരെ രണ്ടു കൈ നീട്ടിക്കൊണ്ട് സ്വീകരിച്ചിട്ടില്ല, അവരെ തോളിലേറ്റി നടന്നിട്ടില്ല, അവരെ അനുഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇവിടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവാചകന്മാരെ താലോലിച്ചിട്ടില്ല. സമൂഹമേ, മനസ്സിലാക്കണേ സഹോദരങ്ങളെ, എല്ലാ ആളുകളും തന്നെ ആ പ്രവാചകന്മാരെ നിഷേധിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിഷേധിച്ചു തള്ളി, സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിഷേധിച്ചു തള്ളി. അങ്ങനെ ലോകത്തേക്ക് കടന്നു വന്ന ഓരോ പ്രവാചകന്മാരെയും നിഷേധിച്ചു തള്ളി. അതുകൊണ്ട് തന്നെ ആ സമുദായത്തിന് സംഭവിച്ച ഭയാനകരമായ ശിക്ഷയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ താക്കീത് നൽകുന്നുണ്ട്. മനുഷ്യരെ, നമ്മളെല്ലാവരും തന്നെ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നവരാണ്, ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. കേവലം പക്ഷി മൃഗാദികളെപ്പോലെ, ജന്തു ജീവജാലങ്ങൾ ജീവിക്കുന്നത് പോലെ ജീവിക്കേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ,
അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അവർ വിചാരിക്കുന്നുണ്ടോ അന്നമാ ഖലഖനാകും അബസാ, അവർ ലക്ഷ്യബോധമില്ലാതെ സൃഷ്ടിക്കപ്പെട്ട, ഒരു ലക്ഷ്യബോധമില്ലാതെ വൃഥാ സൃഷ്ടിക്കപ്പെട്ട ഒരു സമൂഹമാണെന്നവർ വിചാരിക്കുന്നുവോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക് അവർ മടക്കപ്പെടുകയില്ല എന്നും അവർ വിചാരിക്കുന്നുവോ? അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ജീവിതത്തിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ജീവിതത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ മരണാനന്തര ജീവിതത്തിൽ വിജയികളാകേണ്ടതുണ്ട്. ആ മരണാനന്തര ജീവിതത്തെ വിജയികളെക്കുറിച്ചല്ലേ ഖുർആൻ പറഞ്ഞത്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആളുകളും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഈ ലോകത്ത് ശാശ്വതരായിക്കൊണ്ട് ജീവിക്കുന്ന യാതൊരാളുമില്ല. എല്ലാവരും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ അഹങ്കാരികളായി ജീവിച്ച സമൂഹം കഴിഞ്ഞു പോയിട്ടുണ്ട്. ലോകത്ത് ഞാനാണ് റബ്ബെന്ന് വാദിച്ച ആളുകൾ ജീവിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ യാതൊരാളും ശാശ്വതരായിട്ടില്ല. ഒരു കവി പാടിയല്ലേ, ഈ ലോകത്ത് ആരെയെങ്കിലും ഈ ലോകം ശാശ്വതമാക്കുമായിരുന്നുവെങ്കിൽ വലൗ കാനത്തിദ് ദുനിയാ യദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഇവിടെ ശാശ്വതനാകേണ്ടിയിരുന്നത് മനുഷ്യരിൽപ്പെട്ട ശ്രേഷ്ഠനായ മനുഷ്യനായ പ്രവാചകനായ നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ശാശ്വതനാകുമായിരുന്നു. പക്ഷേ ആ പ്രവാചകനും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ലോകത്ത് ശാശ്വതനായിക്കൊണ്ട് യാതൊരാളുമില്ലല്ലോ. അതുകൊണ്ട് മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നവരാണ്. ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്ന, ആ മരണാനന്തര ജീവിതത്തിലേക്ക് നടന്നെടുക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കവാടമാണ് മരണമെന്നുള്ളത്. മരണമെന്നുള്ളത് ജീവിതത്തിന്റെ അന്ത്യമല്ല, ഇവിടെ വിശദീകരിക്കുന്നതാണ് സഹോദരങ്ങളെ. ഈ മരണാനന്തര ജീവിതത്തിൽ വിജയികളാകുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മരണാനന്തര ജീവിതത്തിൽ വിജയിക്കുന്ന ആളുകളാണ് യഥാർത്ഥ വിജയികളെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, അങ്ങനെ മരണാനന്തര ജീവിതത്തിൽ ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് അവനാണ് യഥാർത്ഥ വിജയി എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഈ ദുനിയാവ് വഞ്ചനാത്മകമായ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ആരാ പറയുന്നത്? പരിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. ആ വിജയത്തിലേക്ക് സഞ്ചരിക്കേണ്ടവരല്ലേ നമ്മൾ ഓരോരുത്തരും. ആ വിജയത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയാണ്, ആ രക്ഷയുടെ മാർഗത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയാണ്, സമൂഹത്തെ സന്മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. പരിശുദ്ധ ഖുർആനല്ലേ പഠിപ്പിച്ചത്. അള്ളാഹു വിശ്വാസികൾക്ക് അനുഗ്രഹിച്ചിരിക്കുകയാണ്. അള്ളാഹു വിശ്വാസികൾക്ക് കാരുണ്യം ചെയ്തിരിക്കുകയാണ്. എന്തു കാരണത്താലാണ്, എങ്ങനെയാണ് അള്ളാഹു വിശ്വാസികൾക്ക് കാരുണ്യം ചെയ്തത്? ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്നുള്ള ഒരു പ്രവാചകനെ അവരിലേക്ക് നിയോഗിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവായ
നമ്മുടെ പ്രവാചകനായ ആ പ്രവാചക കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടല്ലോ, 40 വയസ്സുവരെ അൽ-അമീൻ എന്നറിയപ്പെട്ടിരുന്ന പ്രവാചകൻ, ആ 40ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ വഹ്യ് മുഖേന സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആ പ്രവാചകനെ സമൂഹം നിഷേധിക്കുകയാണ്, പരിഹസിക്കുകയാണ്, ദ്രോഹിക്കുകയാണ്. എന്തേ കാരണം? അള്ളാഹുവിന്റെ വഹ്യ് മുഖേനയുള്ള സംസാരം ആ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് സംസാരിക്കുകയാണ്. ആ പ്രവാചകൻ അവരെ അള്ളാഹുവിന്റെ വഹ്യ് മുഖേന അവരെ സംസ്കരിക്കുകയാണ്. പക്ഷേ സമൂഹം അവരെ അംഗീകരിച്ചില്ലല്ലോ. സമൂഹം ആ പ്രവാചകനെ നിഷേധിക്കുകയാണ്, പ്രവാചകനെ പീഡിപ്പിക്കുകയാണ്, പ്രവാചകനെ ദ്രോഹിക്കുകയാണ്. അവർ ചോദിക്കുകയാണ്, ഓ മുഹമ്മദേ, അജഅലൽ ആലിഹതു ഇലാഹൻ വാഹിദാ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഓ മുഹമ്മദേ, ഞങ്ങൾ ആരാധിക്കുന്ന ആരാധ്യരെയെല്ലാം നീ ഒരൊറ്റ ഇലാഹാക്കിക്കൊണ്ടാണോ പരിചയപ്പെടുത്തുന്നത്? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഇത് വളരെ അത്ഭുതകരമായ കാര്യം തന്നെ. ആരോടാ പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? പഠിക്കൂ എന്റെ സഹോദരങ്ങളെ, മനസ്സിലാക്കൂ എന്റെ സഹോദരങ്ങളെ. ഇത് പക്ഷപാതിത്വമായി കൊണ്ട് പറയുന്നതല്ല, ഇത് ഞങ്ങളുടെ സംഘടനയുടെ കാര്യമായി കൊണ്ട് പറയുകയല്ല, മറിച്ച് ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗത്തിലൂടെയുള്ള സംസാരമാണ്, അതിലേക്കുള്ള ക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, തുറന്ന മനസ്സുമായി കൊണ്ട് കാര്യങ്ങളെ ഗ്രഹിക്കാൻ, പക്ഷപാതിത്വരഹിതമായി കൊണ്ട് ആ രീതിയിലുള്ള മനസ്സുമായി കൊണ്ട് ഈ പരിപാടിയെ വീക്ഷിക്കാൻ നമ്മുടെ ചിന്തകളും നമ്മുടെ ചെവികളും നമ്മുടെ കണ്ണുകളുമെല്ലാമില്ലേ, അതിനെക്കുറിച്ചെല്ലാം നാളെ പരലോകത്ത് ചോദ്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിനെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ, ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളാൻ, തള്ളേണ്ടത് തള്ളാനും തയ്യാറായിക്കൊണ്ടായിരിക്കണം എന്റെ മാന്യ സഹോദരങ്ങൾ ഈ ശബ്ദം ശ്രവിക്കേണ്ടത്. ഞങ്ങളിവിടെ പറയുന്ന കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് മാത്രം നിങ്ങൾ അംഗീകരിച്ചാൽ മതി കേട്ടോ. ഞങ്ങളിവിടെ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളത് സ്വീകരിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾക്ക് അവകാശവാദമില്ല കേട്ടോ. അതുകൊണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് മാത്രം, പരിശോധിച്ചതിനു ശേഷം മാത്രം സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് ഉൾക്കൊള്ളാൻ മടി കാണിക്കരുത്. അള്ളാഹു സത്യം ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്? ഒരു സ്രഷ്ടാവില്ല എന്ന് പറയുന്ന ആളുകളോടല്ല, റബ്ബിനെ കുറിച്ച് ബോധമില്ലാത്ത ആളുകളോടല്ല, അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാത്ത ആളുകളോടല്ല. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, പ്രവാചകരെ ചോദിക്കുക സമൂഹത്തോട്, ഉത്ബത്തും ശൈബത്തും അബൂജഹലും അടങ്ങുന്ന മുശ്രിക്കുകളായ ആളുകളോട് ചോദിക്കൂ പ്രവാചകരെ, വലഇൻ സഅൽതഹും, അവരോട് താങ്കൾ ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ രക്ഷിതാവ്, ആകാശഭൂമികളെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് മക്കയിലുള്ള ഉത്ബത്തിനോടും ശൈബത്തിനോടും അബൂജഹലും അടങ്ങുന്ന 1-ാം നമ്പർ മുശ്രിക്കുകളായ ആളുകളുണ്ടല്ലോ, അവരോടൊന്ന് ചോദിക്കു പ്രവാചകരെ. സുഹ്റുഫിലെ 9-ാമത്തെ ആയത്താണ് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയുകയാണ്, ലയഖൂലുന്ന, അവർ പറയുക തന്നെ ചെയ്യും, ഖലഖഹുന്നൽ അസീസുൽ അലീം, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് പ്രതാപവാനും എല്ലാം അറിയുന്നവനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് മക്കയിലുള്ള മുശ്രിക്കുകൾ പറയുമെന്ന് പരിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തോടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ കടന്നു ചെന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. അല്ലേ? ആകാശഭൂമികളെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ മക്കയിലുള്ള 1-ാം നമ്പർ മുശ്രിക്കുകൾ മറുപടി പറയുകയാണ് സഹോദരങ്ങളെ, അള്ളാഹുവാണ് എന്ന്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, വലഇൻ സഅൽതഹും
മൻ ഖലഖസ് സമാവാതി വൽ അർള് വസഖറ അശ്-ശംസ വൽ ഖമറ ലയഖൂലുന്നല്ലാഹ് അഫലാ ഫഅന്നാ യുഫകൂൻ. സൂറത്തുൽ അൻകബൂത്തിന്റെ 69-ാമത്തെ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പ്രവാചകരെ ചോദിച്ചു നോക്കൂ ആ സമൂഹത്തോട്, വലയിൻ സഅൽതഹും, താങ്കൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ, മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ ആരാണ് സൃഷ്ടിച്ചത് എന്ന്, വസഖറ അശ്-ശംസ വൽ ഖമറ, ചന്ദ്രന്റെയും സൂര്യന്റെയുമെല്ലാം അതിനെയെല്ലാം അധീനപ്പെടുത്തിയതാരാണ് എന്നവരോട് ചോദിച്ചാൽ, ലയഖൂലുന്നല്ലാഹ്, അവർ പറയുക തന്നെ ചെയ്യും അല്ലാഹുവാണ് എന്ന്. ആരാ പറയുന്നത്? ആരാണ് പറയുന്നത് സഹോദരങ്ങളെ? മക്കയിലെ 1-ാം നമ്പർ മുശ്രിക്കുകളാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ആകാശഭൂമികളുടെ സൃഷ്ടാവ് അല്ലാഹുവാണെന്ന് വിശ്വസിച്ചിരുന്ന സമൂഹം, ആകാശത്തു നിന്നും മഴ വർഷിപ്പിച്ചു തരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് വിശ്വസിച്ചിരുന്ന സമൂഹം, അത് പ്രഖ്യാപിച്ചിരുന്ന സമൂഹം മാത്രമല്ല കേട്ടോ, അതാ അവർ കപ്പലിൽ കയറിക്കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. മുജാഹിദുകളുടെ വാദമല്ല, സലഫികളുടെ വാദമല്ല, പരിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. ഫഇദാ റകിബൂ ഫിൽ ഫുൽകി, അവർ കപ്പലിൽ കയറിക്കഴിഞ്ഞാൽ ദഅവല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കരായിക്കൊണ്ടവരതാ അല്ലാഹുവിനോടവർ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി, അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ ഫഇദാഹും യുശ്രികൂൻ, അവർ അല്ലാഹുവിൽ പങ്കുചേർക്കുകയാണ്. അവർ കപ്പലിൽ പ്രയാസങ്ങളിൽ അകപ്പെടുന്ന സന്ദർഭത്തിൽ അവർ നിഷ്കളങ്കരായിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചിരുന്നു. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പിന്നെ എന്തേ അവർക്ക് വന്ന അപാകത? എന്തേ അവർക്ക് വന്ന വിശ്വാസ വ്യതിയാനം? അതാ അവർ ലാത്തയോട് പ്രാർത്ഥിക്കുന്നു, അവർ ഉസ്സയോട് പ്രാർത്ഥിക്കുന്നു, അവർ മനാത്തയോട് പ്രാർത്ഥിക്കുന്നു, അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പുണ്യപുരുഷന്മാരായ ആളുകളോട്, പ്രവാചകന്മാരോട് അവർ പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അതാ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരോട് പ്രാർത്ഥിക്കുന്നില്ല, അവരുടെ വാദമായിരുന്നു. മാത്രമല്ല അവർ പറയുകയാണ്, ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവരൊക്കെ നാളെ പരലോകത്ത് ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുന്ന ആളുകളാകും. അതായിരുന്നു അവരുടെ വിശ്വാസം. അതായിരുന്നു മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം. അവർ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി സഹോദരങ്ങളെ ഇങ്ങനെ പ്രവാചകന്മാരോടും പുണ്യപുരുഷന്മാരോടും പ്രാർത്ഥിച്ചിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. അതാണ് ശിർക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ ഇടയാളന്മാരെ ആവശ്യമില്ല. അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശുപാർശകന്മാരായിക്കൊണ്ട് ആളുകളെ സ്വീകരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് വിശ്വാസരംഗം കൃത്യമായി വിമലീകരിച്ചാൽ മാത്രമേ നാളെ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് വിജയികളായ ആളുകളിൽ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ശിർക്ക് എന്നുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന വിശ്വാസങ്ങൾ കടന്നു വരാൻ പാടില്ല. ഇവിടെ സഹോദരങ്ങളെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചായിരുന്നു ഇവിടെ 2 ദിവസത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതിന്റെ സമാപന ദിവസമായ ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് മരണാനന്തരം എന്ന വിഷയത്തെ സംബന്ധിച്ച് മൗലവി ശംസുദ്ദീൻ പാലത്ത് ഇവിടെ സംസാരിക്കുന്നുണ്ട്. എല്ലാ ആളുകളും സശ്രദ്ധമായി അത് വീക്ഷിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ഇവിടെ സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഈ പരിപാടിയിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്ന മൗലവി ശംസുദ്ദീൻ പാലത്തിന് ആദ്യമായി സ്വാഗതം പറയുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി വീക്ഷിക്കുന്നതിന് വേണ്ടി വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള ആളുകൾക്കും ഈ പ്രദേശവാസികളായ അടുത്തു നിന്നും അകലിൽ നിന്നും ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകൾക്കും സ്വാഗതം പറയുന്നു. വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി മൗലവി ശംസുദ്ദീൻ പാലത്തിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീ
ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ألم يعلموا أنه من يحادد الله ورسوله فأن له نار جهنم خالدا فيها ذلك الخزي العظيم അധ്യക്ഷവേദിയിലെ ആദരണീയരെ, സ്നേഹസമ്പന്നരായ നാട്ടുകാരെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശ്രദ്ധിച്ചു പഠിക്കുകയും റബ്ബ് ഈ ദുനിയാവിൽ നമുക്ക് അനുവദിച്ചു തന്ന നിസ്സാരമായ ഈ ചെറിയ കാലഘട്ടം യഥാർത്ഥ ജീവിതത്തിന് അഥവാ മരണാനന്തര ജീവിതത്തിന് മുതൽക്കൂട്ടാവുന്ന വിധം ശരിയായ വഴിയിലൂടെ ചിട്ടപ്പെടുത്തുകയും ചെയ്യണം എന്ന് ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആധാരങ്ങളായ 2 കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആധാരങ്ങളായ തൗഹീദും റിസാലത്തും അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന മൗലികമായ ഇസ്ലാമിക അടിത്തറകളെ സംബന്ധിച്ചാണ് വിലയിരുത്തപ്പെട്ടത്. ഇസ്ലാമിൻ്റെ 3ാമത്തെ ആധാരം പാരത്രിക ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. മരണം, മരണാനന്തരം എന്ന തലക്കെട്ടിൽ ആ 3ാമത്തെ മൗലിക അടിത്തറയെക്കുറിച്ചുകൂടി ഇവിടെ ചർച്ച ചെയ്യുകയാണ്. വളരെ വിശാലമായ ഒരു ലോകത്തെക്കുറിച്ച് എണ്ണിയാലൊടുങ്ങാത്ത താക്കീതുകളും മുന്നറിയിപ്പുകളും വിശദീകരണങ്ങളും നൽകപ്പെട്ട ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിൻ്റെ ഏറ്റവും നിർണായകമായ ചില ഭാഗങ്ങൾ മാത്രം നാം ചർച്ചയ്ക്കെടുക്കുന്നത്. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെ റോഡരികിൽ ചത്തുകിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ കാണുകയുണ്ടായി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആട്ടിൻകുട്ടിയുടെ ചെവി പിടിച്ചിട്ട് സ്വഹാബത്തിനോട് ചോദിച്ചു, അയ്യുക്കും യുഹിബ്ബു അന്ന ഹാദാ ലഹു ബിദിർഹം, ഒരു ദിർഹമിന് ഞാൻ ഇത് നിങ്ങൾക്ക് തരാം, ആരാണ് ഇത് ഇഷ്ടപ്പെടുക എന്ന് ചോദിച്ചു. ഫഖാല അസ്ഹാബുഹു, അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുചരന്മാർ പറഞ്ഞു,
മാ നുഹിബ്ബു അന്നഹു ലനാ ബിശൈ വമാ നസ്നഉ ബി. ഞങ്ങൾക്കാർക്കും അതിന് ഇഷ്ടമല്ല. ഞങ്ങൾ ആ ആട്ടിൻകുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യാനാ? ഫസഅലഹും സാനിയ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കൂടി ചോദിച്ചു, അത്തുഹിബ്ബൂന അന്നഹു ലക്കും, ഈ ചത്ത ആട്ടിൻകുട്ടി നിങ്ങൾക്കായിരിക്കുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും ഇഷ്ടമാണോ? ഖാലു, അവർ പറഞ്ഞു, വല്ലാഹി ലൗ കാന ഹയ്യൻ കാന ഐബൻ ഫീ. പടച്ചവനാണ്, അത് ജീവനുള്ളതാണെങ്കിൽ തന്നെ അത് ഒരുപാട് ന്യൂനതയുള്ള ആളാണ്. ലിഅന്നഹു അസക്ക്, കാരണം എൻ്റെ ചെവി ചെറുതാണ്. സാധാരണ അറബികൾ മാംസത്തിന് വേണ്ടി ഉപയോഗിക്കാത്ത ഒരു ഇനത്തിൽപ്പെട്ട ആട്ടിൻകുട്ടിയാണ്. ചെവി ചെറുതാണ്, രോഗമുള്ളതാണ്. ജീവനുള്ളപ്പോൾ തന്നെ അത് ഉപയോഗിക്കാൻ പറ്റൂല. പിന്നെ ചത്ത് കിടക്കുമ്പോൾ അത് ആർക്കും വേണമെന്നാണ് രണ്ടാമത് ചോദിച്ചപ്പോൾ സ്വഹാബികൾ മറുപടി പറഞ്ഞു. ഫഖാല ലഹുമുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ അവരോട് പറഞ്ഞു, ഫവല്ലാഹി ലദ്ദുനിയാ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും. പടച്ചവനാണ് സത്യം, നിങ്ങൾ ഈ ആട്ടിൻകുട്ടിയെ തട്ടിയില്ലേ, അതേപോലെ അള്ളാഹ് ദുനിയാവിനെയും തട്ടും. ദുനിയാവിന് വേണ്ടി എമ്പാടും നേടി നല്ല വീട്, നല്ല ജോലി, നല്ല സമ്പാദ്യം, നല്ല വാഹനം, നല്ല കുടുംബം, ദുനിയാവെമ്പാടുമുണ്ട്. പക്ഷേ പരലോകത്ത് വിജയിക്കാൻ ആവശ്യമായ തൗഹീദില്ല, സുന്നത്തില്ല, നന്മയുടെ ജീവിതമില്ല എങ്കിൽ ഈ ദുനിയാവിൽ നേടിയെടുത്ത ഞാൻ വലിയ യോഗ്യതയുള്ള ആളാണ്, ഇത്ര കോടീശ്വരനാണ്, ഇത്ര വലിയ പദവിയുള്ള ആളാണ്, വലിയ പ്രൊഫഷണൽ വിദ്യാഭ്യാസമുള്ള ആളാണ്, ഇതൊന്നും പടച്ചോൻ സ്വീകരിക്കൂല. പടച്ചോനാണ് അള്ളാഹിൻ്റെ അടുത്ത് ദുനിയാവിന് ഇത്ര മാത്രമേ പദവിയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വല്ലാഹി മദ്ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ മിസ്ലു മാ യജഅലു അഹദുക്കും ഇസ്ബാഹു ഫിൽ യം ഫൽയൻളുർ ബിമ തർജഅ. പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവ് എന്ന് പറഞ്ഞാൽ എത്ര ചെറുതാണെന്ന് അറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരാളുടെ ചെറുവിരൽ കൊണ്ടുപോയി ഒരു സമുദ്രത്തിൽ മുക്കുക, ആ സമുദ്രത്തിൽ നിന്ന് വിരൽ പുറത്തെടുത്താൽ ഫൽയൻളുർ ബിമ തർജഅ, എന്താണ് തിരിച്ചു കൊണ്ടുവരിക നിങ്ങൾ നോക്കണം. ഒരു വിരൽ മുക്കിയാൽ സമുദ്രം ഒന്നാകും പൊക്കാനൊന്നും കഴിയില്ല, ഒരു തുള്ളി ഖത്ര, ഒരു തുള്ളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവ് അത്രയുള്ളൂ, ഒരു മഹാസമുദ്രത്തിലൊരു തുള്ളി. വരാനിരിക്കുന്ന യഥാർത്ഥ പരലോക ജീവിതത്തെ അപേക്ഷിച്ച് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ദുനിയാവ് അത്രയും ചെറുതാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിൻ്റെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും അതാണ് ഗൗരവമേറിയത് എന്നും അതാണ് ഉടൻ പരിഹരിക്കേണ്ടത് എന്നുമുള്ള ചിന്തയല്ല. പരലോക ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരു സത്യവിശ്വാസിക്കുണ്ടാവാം. ആദ്യം പരലോകം ഉറപ്പുവരുത്തേണ്ടത്, കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ആ ദുനിയാവ്. ഇപ്പം ചില ആളുകൾ കളിയാക്കും, ഇത് ഈ ഇസ്ലാമിൻ്റെ വക്താക്കൾക്ക് അല്ലെങ്കിൽ സലഫികൾക്ക് ദുനിയാവിലുള്ള ഒന്നും പറയാനില്ല, ഒന്നുകിൽ ആകാശത്തിൻ്റെ മുകളിലുള്ളത് അല്ലെങ്കിൽ ഭൂമിൻ്റെ താഴെയുള്ളത്. പരലോകത്തെക്കുറിച്ച് പറയുന്നതിന് ചില ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ആളുകൾ കളിയാക്കൽ അങ്ങനെ. അവർക്ക് ഈ ഒരു ഇവിടെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പറയാനുണ്ട്, പക്ഷേ അതിന് ഒന്നാം സ്ഥാനമില്ല. മനുഷ്യരുടെ പൊതു സ്വഭാവം എന്താ? ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. എന്നാൽ നിങ്ങൾ ഐഹിക ജീവിതത്തെ തെരഞ്ഞെടുക്കുന്നു. മനസ്സിലാക്കിക്കോളൂ, പരലോകമാണ് നല്ലത്, അതാണ് എന്നെന്നും നിലനിൽക്കുന്നത്. എന്നെന്നും നിലനിൽക്കുന്നത് പാരത്രിക ജീവിതമാണ്. നമ്മുടെ നാട്ടിൽ ഇസ്ലാമിന്റെ വെളിച്ചവുമായി ആദ്യമായി കടന്നു വന്ന മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകന് നൽകുന്ന കുറെ ഉപദേശങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ദുനിയാവിനെയും പരലോകത്തെയും ബന്ധപ്പെടുത്തി അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ലൗ കാനത്തിദ് ദുനിയാ മിൻ ദഹബിൻ യഫ്നാ വൽ ആഖിറതു മിൻ ഖസഫിൻ യബ്ഖാ യഫ്നി വൽ ആഖിറതു മിൻ ഖസഫിൻ യബ്ഖാ ലകാനൽ വാജിബു അൻ യുസറ ഖസ്ഫുൻ യബ്ഖാ അലാ ദഹബിൻ യഫ്നി. അദ്ദേഹം പറഞ്ഞു, മോനെ, ഈ ദുനിയാവ് സ്വർണവും പരലോകം വില കുറഞ്ഞ ലോഹവും ചെമ്പുമാണെങ്കിൽ പരലോകമാണ് നീ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം ദുനിയാവ് നശിച്ചു പോകുന്നതാണ്, പരലോകം അനശ്വരമാണ്. അപ്പൊ ദുനിയാവ് സ്വർണമാണ്, പരലോകം ചെമ്പാണെങ്കിൽ പോലും നീ ദുനിയാവല്ല തിരഞ്ഞെടുക്കേണ്ടത്, തീർന്നു പോകും. ഒരിക്കലും തീർന്നു പോകാത്ത ചെമ്പാണ് നീ തിരഞ്ഞെടുക്കേണ്ടത്. ഫകൈഫ വൽ ആഖിറതു മിൻ ദഹബിൻ യബ്ഖാ വദ്ദുനിയാ മിൻ ഖസഫിൻ യഫ്നി. അപ്പൊ ചോദിച്ചു, പിന്നെ മോനെ, എന്നാ സത്യം അതല്ല, പരലോകമാണ് സ്വർണം,
ദുനിയാവ് ചെമ്പാണ്. അപ്പൊ തീർന്നു പോകുന്ന ഈ ചെമ്പിനു വേണ്ടി അനശ്വരമായ സ്വർണത്തെ തള്ളിക്കളയുക എന്നത് എങ്ങനെ ശരിയാകും? അത്ര അമൂല്യമാണ് പരലോകം. പക്ഷെ എന്തു വേണം? പരലോകത്തെക്കുറിച്ച് ഇടക്ക് നമ്മൾ ചിന്തിക്കണം, ഇടക്ക് പഠിക്കണം. ഖുർആനിൽ 6200 ചില്ലാനം ആയത്തിൽ 1/3 ഭാഗം 2100-ലധികം വരുന്ന ആയത്തുകൾ പരലോകത്തെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. മുജാഹിദുകൾ വെറുതെ അല്ല ദുനിയാവിനേക്കാൾ പരലോകത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്നു മാത്രമല്ല, അതുകൊണ്ടാണ് ദുനിയാവ് നന്നാകുന്നത്. പരലോകത്തെപ്പറ്റി ചിന്തിക്കാതെ ദുനിയാവ് എങ്ങനെ നന്നാക്കാൻ പറ്റും? പരലോകത്തെപ്പറ്റി ബോധമില്ലാത്തവർ ദുനിയാവിൽ തോന്നിയതുപോലെ ജീവിക്കും. അവർ അധർമ്മികളായിരിക്കും, കള്ളുകുടിയന്മാരായിരിക്കും, വ്യഭിചാരികളായിരിക്കും, അന്യരെ വഞ്ചിക്കുന്നവരും അഴിമതിക്കാരും തോന്നിവാസികളുമായിരിക്കും. ഒക്കെ എന്തുകൊണ്ടാ? യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞൂടാത്തതുകൊണ്ട്. ഇവിടെയുള്ള ജീവിതത്തിനൊരു വിചാരണയുണ്ടെന്നും മറുപടി പറയേണ്ടതുണ്ടെന്നും സ്രഷ്ടാവിന്റെ അനുഗ്രഹവും അതേപോലെ അനുവാദവും മാത്രമാണ് ഈ ഭൗതിക ലോകത്തെ ജീവിതവും എന്ന് തിരിച്ചറിയാത്തവർ തോന്നിയതുപോലെ ജീവിക്കും. ദുനിയാവ് നന്നാകണമെങ്കിലും പരലോകത്തെ പറ്റിയുള്ള കൃത്യമായ അവബോധമുണ്ടാകണം. അതുകൊണ്ട് പരലോകത്തിന് ഒരു 1-ാം സ്ഥാനം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഒരു സംഗതി കൂടി ഞാൻ പറയാം. സ്വഹീഹുൽ ബുഖാരി, നേരത്തെ സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസുകൾ ഞാൻ കേൾപ്പിച്ചു. സ്വഹീഹുൽ ബുഖാരിയിൽ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, കുൻതു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജാഅഹു റജുലാൻ അഹദുഹുമാ യസ്കുൽ ലൈലത വൽ ആഖറു യസ്കൂ ഖത്അ അസ്സബീൽ. ഞാൻ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തിരിക്കുമ്പോൾ 2 ആൾ വന്നു. അവര് പ്രവാചകരോട് ചില പരാതികൾ പറഞ്ഞു. ഒന്നാമത്തെ ആൾ പറഞ്ഞു പട്ടിണി, രണ്ടാമത്തെ ആൾ പറഞ്ഞു കൊള്ള. എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞു, പ്രവാചകരെ ഞങ്ങളുടെ നാട്ടിൽ പട്ടിണിയാണ്, കൃഷിയൊക്കെ നശിച്ചുപോയി, അതുകൊണ്ട് വീടുകളിലൊന്നും തീ പുകയുന്നില്ല, വളരെ കഷ്ടപ്പാടിലാണ് ഞങ്ങളുടെ നാട്, അങ്ങൊരു പരിഹാരം ഉണ്ടാക്കി തരണം. പ്രവാചകന്റെ അരികിൽ പരിഹാരം കിട്ടുമെന്ന് വിചാരിച്ചു ഭരണാധികാരിയുടെ അടുത്ത്. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞങ്ങളുടെ കച്ചവട സംഘങ്ങളെയൊക്കെ കൊള്ളക്കാർ കൊള്ളയടിക്കാൻ, അവർ ഞങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടുപോകുന്നു, അതുകൊണ്ട് ഞങ്ങൾ പ്രതിസന്ധിയിലാണ്, പുറത്തിറങ്ങി നടക്കാൻ വയ്യ, അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഈ അരാജകത്വം ഒന്ന് ഇല്ലാതാക്കണം. ഇത് ചെറിയ വിഷയമാണോ? പറഞ്ഞ രണ്ടും അല്ല. ദുനിയാവ് മാത്രം മുൻനിർത്തി നോക്കുമ്പോൾ മൗലികമായ 2 വിശേഷങ്ങളാണെന്ന് പട്ടിണി, 2 സുരക്ഷിതത്വമില്ലായ്മ. പട്ടിണിയിൽ നിന്നും സുരക്ഷിതത്വമില്ലായ്മയിൽ നിന്നും സംരക്ഷണം നൽകലാണ് ഒരു രാജ്യത്തെ ഭരണാധികാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് എല്ലാവർക്കും അറിയാം. ചെറിയ കാര്യമൊന്നുമല്ല പറഞ്ഞത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഒരു പാഠം പഠിപ്പിച്ചു. പ്രവാചകൻ അറിയാം ഇത് വളരെ ഗൗരവമുള്ള വിശേഷമാണ്. അദ്ദേഹം പറഞ്ഞെന്താ? അദ്ദേഹം പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹുൽ ബുഖാരിയിൽ നിന്നാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്, അമ്മാ ഖത്ഉ സബീൽ ഫഇന്നഹു ലാ യഅതി അലൈക ഇല്ലാ ഖലീൽ ഹത്താ തഖ്റുജൽ ലൈറു ഇലാ മക്ക ബിഗൈരി ഖഫീർ. ആരാണ് കൊള്ളയെക്കുറിച്ച് പരാതി പറഞ്ഞത്? പേടിക്കണ്ട, അത് കുറച്ചു കാലം ഉണ്ടാവുള്ളൂ. ദുനിയാവ് അങ്ങനെ, കുറച്ചു കാലം സുഖം, കുറച്ചു കാലം പ്രയാസം. കുറച്ചു കഴിഞ്ഞാൽ ഇതിന് മാറ്റം വരും. എന്ന് മാത്രമല്ല, നാളെ ഇതാ ഇവിടെ മക്കയിലേക്ക് ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നുമുള്ള ഒരു കച്ചവട സംഘത്തിന് ഒരു പാറാവുകാരൻ ഇല്ലാതെ വരാം. ഇന്നത്തെ നാളെ മാറും. പ്രവാചകൻ ഒരു പ്രവചനം കൊടുക്കാണ്. അതുകൊണ്ട് കൊള്ളക്കാരെന്നൊരു അടിസ്ഥാന പ്രശ്നമായിട്ട് പറയാൻ മാത്രമൊന്നുമില്ല. ദുനിയാവിൽ കുറച്ചു കാലം പടച്ചോൻ സമാധാനം തരും, കുറച്ചു കാലം പേടി തരും, കുറച്ചു കാലം സമ്പന്നത തരും, കുറച്ചു കാലം ദാരിദ്ര്യം തരും. ഇന്ന് സുഖമായിട്ട് ജീവിക്കുന്നവർ എന്നും ഇങ്ങനെ ജീവിക്കാമെന്ന് വിചാരിക്കണ്ട. ഇന്ന് പട്ടിണിയുള്ളവർ വിഷമിക്കും വേണ്ട. ദുനിയാവ് കയറ്റവും ഇറക്കവും ദുഃഖവും സന്തോഷമൊക്കെ മാറി മാറി വരുന്നതാണ്. ആരോഗ്യവും രോഗമൊക്കെ അതാരാണെങ്കിലും, എത്ര വലിയ ആളാണെങ്കിലും, നല്ലവരാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ അതേക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്. വഅമ്മൽ ഐല ഫഇന്ന സഅത ലാ തഖൂമു ഹത്താ യതൂഫ അഹദുകും ബിസദഖതിഹി ലാ യജിദു മൻ യഖ്ബലുഹാ മിൻ. പട്ടിണിയെക്കുറിച്ച് പരാതി പറഞ്ഞ ആളാരാ? പേടിക്കണ്ട കേട്ടോ. നാളെ നിങ്ങൾ സക്കാത്ത് കൊടുത്താൽ വാങ്ങാൻ ആളെ കിട്ടാത്തൊരു കാലം വരും. പട്ടിണി തീരെ ഉണ്ടാവില്ല. സക്കാത്ത് ആർക്കാ വേണ്ടെന്ന് വെച്ചാൽ എനിക്ക് വേണ്ട, ഞാൻ വേണമെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് തരാമെന്ന് പറയും. അങ്ങനെ ഒരു കാലം വരും. ഇന്ന് പട്ടിണി ആയിക്കോട്ടെ. അപ്പൊ അത് രണ്ടും ഒരു അടിസ്ഥാന പ്രശ്നമായി വലിയ വേവലാതിയായി എടുക്കാൻ മാത്രമൊക്കെ അല്ല. ദുനിയാവിൽ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവണമെന്നൊക്കെ അള്ളാഹ് എഴുതി വെച്ചിട്ടുണ്ട്. ആ കണക്കനുസരിച്ച് അങ്ങനെ പൊയ്ക്കോളും. എന്നിട്ട് പ്രവാചകൻ നിർത്തിയില്ല. നാളെ സക്കാത്ത് കൊടുത്താൽ വാങ്ങാൻ ആളെ കിട്ടാത്ത കാലം വരുമെന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ചു. അവർക്ക് സന്തോഷ വാർത്ത നൽകി. എന്നിട്ട് പ്രവാചകൻ ഗൗരവത്തോടു കൂടി പറഞ്ഞൊരു വിശേഷമുണ്ട്. അതാണ് നമ്മുടെ വിഷയം.
ബൈന യദൈല്ലാഹി ലൈസ ബൈനഹു വബൈനഹു ഹിജാബ് വലാ തുർജുമാൻ യുതർജമു ലഹു ثم ليقولن له ألم أوتك مالا فليقولن بلى ثم ليقولن ألم أرسل إليك رسولا فليقولن بلى ثم ليقولن ألم فليقولن بلى فينظر عن يمينه فلا يرى إلا النار ثم ينظر عن شماله فلا يرى إلا النار. എന്നാൽ നാളെ ഒരു ദിവസമുണ്ട്, റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ നേർ അഭിമുഖമായി നിൽക്കണം എന്ന് മാത്രമല്ല, ആ നിൽക്കുന്ന സമയത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് നാളെ റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ലൈസ ബൈനഹു വ ബൈനഹു ഹിജാബ്. അവനും റബ്ബിനുമിടയിൽ മറയില്ല. ഒരു വക്കീലിനെ വെച്ച് വാദിക്കാൻ പറ്റില്ല കേട്ടോ, കോടതിയിൽ പോയിട്ട് നേർക്ക നേരം. റബ്ബിനെ കാണുമോ ഇല്ലേ അത് വേറെ വിഷയം. റബ്ബിനെ എന്തിനാ കാണുന്നു? റബ്ബിന്റെ സാന്നിധ്യം തന്നെ അതിഗംഭീരമായിരിക്കും. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദി യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റ. നിന്റെ രക്ഷിതാവും മലക്കുകളും അണിയണിയായി വരുന്ന സമയം, നരകാഗ്നി വലിച്ചേച്ചു കൊണ്ടുവരപ്പെടുന്ന ആ ദിവസം കർമ്മങ്ങളെക്കുറിച്ച് മനുഷ്യൻ ഓർക്കും. അന്നേരം ഓർത്തിട്ടെന്താ കാര്യം? അങ്ങനെ റബ്ബ് വരും, മലക്കുകൾ അതിഗംഭീരമായി സഫായിട്ട് നിൽക്കും. മലക്കുകളെ ആ സഫ് കണ്ടാൽ തന്നെ മനുഷ്യർ ബേജാറായി പോകും. എന്താ ഇവിടെ നടക്കാൻ പോണത്? വിചാരണ. ആ വിചാരണയ്ക്ക് വേണ്ടി റബ്ബ് വരുമ്പോൾ നേരിട്ട് വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, നിങ്ങൾ ഓരോരുത്തരും അന്തിമ നാളിൽ ഒറ്റയ്ക്കാണ് വരിക. ദുനിയാവിലേക്ക് നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത്. നമ്മളെ മരിച്ച് മറമാടപ്പെട്ടതിന് ശേഷം കുടുംബക്കാരെയും കൂട്ടി ചെല്ലാൻ പറ്റില്ല പഠിച്ചവർക്ക് വിചാരണക്ക്, ഒറ്റയ്ക്ക്. ഇവിടെ നമുക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, കുടുംബക്കാരുണ്ടാവും, നല്ല പൈസ ഉണ്ടെങ്കിൽ വക്കീലിനെ വെക്കാം, പാർട്ടിക്കാരുണ്ടാവും, പലരും ഉണ്ടാവും. മനസ്സിലായില്ലേ? ദുനിയാവിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ കഴിച്ചിലായി പോവും. പടച്ചോന്റെ അടുത്ത് നേർക്ക് നേരെ വ്യക്തമായ തെളിവ് വെച്ച് മറുപടി പറയണം. ഒരു വിവർത്തകനില്ല, ഒരു മറയില്ല. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും റബ്ബിന്റെ മുന്നിൽ നിൽക്കണം. അവിടെ റബ്ബ് ചോദിക്കും, നിനക്ക് ഞാൻ സ്വത്ത് തന്നിരുന്നില്ലേ? പണം, ആരോഗ്യം, നിനക്കുള്ള ദുനിയാവിൽ കുറെ നേട്ടങ്ങൾ തന്നിരുന്നില്ലേ? എല്ലാവരും പറയും, അതേ തന്നിരുന്നു. നിങ്ങളിലേക്ക് ഞാൻ റസൂലിനെ അയച്ചിരുന്നില്ലേ? അലം മുർസിൽ ഇലൈക റസൂല ഫലയഖൂലന്ന ബലാ. ഓരോരുത്തരും തീർച്ചയായും പറയും, അതെ ഞങ്ങളിൽ റസൂല് വന്നിട്ടുണ്ട്, റസൂല് വന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ ചോദ്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്ന നേരത്ത് ഫയൻലുറു അൻ യമീനും, വലത്തോട്ട് നോക്കും. അടുത്ത ചോദ്യം വരുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ വഴിയുണ്ടോ? പക്ഷേ ഫലാ യറാ ഇല്ലന്നാർ, അവിടെ തീ ഇങ്ങനെ ഇങ്ങോട്ട് പാളി. കാരണം നരകം കൊണ്ടുവന്നിട്ടാ വിചാരണ. വിശാലമായ നരകം. ആ നരകം എങ്ങനെയാ കൊണ്ടുവരിക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി, യുഅ്താ ബിജഹന്നമ യൗമഇദിൻ ലഹാ 70000 സിമാമിൻ മാ കുല്ലി സിമാമിൻ 70000 മലക്കിൻ യജുറൂനഹാ. സ്വഹീഹ് മുസ്ലിമിൽ കാണാം, നരകം വലിച്ചയച്ചു കൊണ്ടുവരുന്നത് 70,000 ചങ്ങലുണ്ടാവും. 1, 2, 100, 1000 അല്ല, 70,000 ചങ്ങല. ഓരോ ചങ്ങലയിലും 70,000 മലക്കുകൾ. എത്ര മില്യൺ മലക്കുകളായി? ഒരു മലക്ക് ആകാശഭൂമി നിറഞ്ഞേക്കാനുള്ള വലിപ്പുണ്ടാവും. അത്രയും ഭീമാകാരമായ മലക്കുകൾ. അങ്ങനെയുള്ള 70,000 മലക്കുകൾ ഒരു ചങ്ങലയിൽ. അങ്ങനെ 70,000 മലക്കുകൾ വീതമുള്ള 70,000 ചങ്ങലകൾ. അത്രയും ചങ്ങലകൾ ബലവാന്മാരായ മലക്കുകൾക്ക് വലിച്ചു വെച്ച് കൊണ്ടുവരാൻ മാത്രം ആഴവും ഗാംഭീര്യവും ഘനവുമുള്ള നരകാഗ്നി അവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവും. വലത്തോട്ട് നോക്കിയാൽ നരകം, ഇടത്തോട്ട് നോക്കിയാലും നരകം. ഇങ്ങനൊരു ദിവസത്തിൽ റബ്ബിന്റെ മുന്നിൽ നിൽക്കണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ഇതാരോടാ പറഞ്ഞത്? റസൂലെ പട്ടിണി, റസൂലെ കൊള്ള എന്ന് പരാതി പറഞ്ഞ ആൾക്കാരോട്. നമ്മുടെ നാട്ടിൽ ചില ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ വരെ വലിയ പോസ്റ്ററും ദിവസവും ആളെക്കൂട്ടിയുള്ള പരിപാടിയും സമരവും മുദ്രാവാക്യവും. എന്താ അത്? ഇവിടെ ഒന്നുകിൽ അവിടെ റോഡ് വീതി കൂട്ടി, അവിടെ പാവപ്പെട്ടവൻ, ഇവിടെ പ്രശ്നം പോയി, അവിടെ അങ്ങനെ ചെയ്തു, ഇവിടെ അങ്ങനെ ഒക്കെ ശരിയാണ്. പരിഹരിക്കേണ്ട പ്രശ്നമൊക്കെ പരിഹരിക്കേണ്ട തന്നെയാണ്. അവിടെ കുടിവെള്ളമല്ല, ഇവിടെ പാടം നികത്തുന്നു, ഇതൊക്കെ പരിഹരിക്കണം. പക്ഷെ ഇത് പറയുന്നതിൻ്റെ ഇടക്ക് യഥാർത്ഥ പ്രശ്നങ്ങളെ പറ്റി നമ്മൾ മറക്കാൻ പറ്റുമോ? അടിസ്ഥാന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ മറക്കാൻ പറ്റുമോ? മാത്രവുമല്ല, അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാതെ ദുനിയാവിലെ ചെറിയ ചെറിയ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടായത്. ദുനിയാവിൽ നമ്മൾ ഇനി എന്ത് കഷ്ടപ്പെട്ടാലും പടച്ചോൻ വിധിച്ചതേ കിട്ടുള്ളൂ.
പരലോകത്തേക്ക് പണിയെടുക്കാൻ തന്നെ വേണം. ശരിക്കും മനസ്സിലായിക്കോ. അങ്ങനെ എന്തുണ്ടായി? അവിടെ അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിർദ്ദേശം കൂടി കൊടുത്തു. ഫൽയത്തഖിയന്ന അഹദുകുമുൻ നാർ വലൗ ബിശഖ്ഖി തംറ ഫഇൻ ലം യജിദ് ഫബികലിമത്തിൻ തയ്യിബ. അന്നേരം ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ സൂക്ഷിക്കണേ. പറ്റുമെങ്കിൽ ഒരു കാരക്കയുടെ ചേളുകൊണ്ടെങ്കിലും, അത് കാണുന്നില്ലെങ്കിൽ ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും, എത്ര ചെറിയ പണിയെടുത്താലും വേണ്ടില്ല, നരകത്തുനിന്ന് ഞാൻ രക്ഷപ്പെടണം എന്ന് ചിന്തിച്ചിട്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്ന ധാരണയോടെ ജീവിക്കാൻ ഞാനും നിങ്ങളും പഠിക്കണം. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു പെരുന്നാളിനൊരു നോമ്പിനൊന്നും നരകത്തെപ്പറ്റി കേട്ടാൽ പോരാ, ചിന്തിച്ചാൽ പോരാ. ഞാനൊരു വാക്ക് പറഞ്ഞാൽ ഈ വാക്ക് എന്നെ നരകത്തിലെത്തിക്കുമോ? ഞാൻ എൻ്റെ കച്ചവടത്തിൽ കരിഞ്ചന്ത നടത്തി, പുഴുത്തിവെപ്പ് കാണിച്ചു, കള്ളത്തരം പറഞ്ഞു, ഇതെന്നെ നരകത്തിലെത്തിക്കുമോ? ഞാൻ എൻ്റെ ഉമ്മാനോട് ധിക്കാരം പ്രവർത്തിച്ചു, വാപ്പാനോട് ദേഷ്യം പിടിച്ചു, അനുസരണക്കേട് കാണിച്ചു, ഭർത്താവിനെ ധിക്കരിച്ചു, ഭാര്യയെ തെറി വിളിച്ചു, ഇതിൻ്റെ പേരിൽ ഞാൻ നരകത്തിലേക്ക് പോകേണ്ടി വരുമോ? സ്വജനപക്ഷപാതവും അഴിമതിയും കാണിച്ചാൽ ഞാൻ നരകത്തിൽ പോകേണ്ടി വരുമോ? ജനങ്ങളെ വഞ്ചിച്ചാൽ നരകത്തിൽ പോകേണ്ടി വരുമോ? കള്ളു കുടിച്ചാൽ, വ്യഭിചരിച്ചാൽ, തോന്നിവാസത്തിലേക്ക് നീങ്ങിയാൽ, ഇങ്ങനെ ചിന്തിക്കാൻ കഴിയണം. അങ്ങനെ നോക്കുമ്പോൾ ഇത് ആകാശത്തിൻ്റെ മുകളിലും ഭൂമിൻ്റെ താഴെയുള്ള വിഷയമല്ല. ഈ ദുനിയാവിൽ പടച്ചവൻ തന്ന ഈ ചെറിയ ജീവിതം ഗംഭീരമാകണമെങ്കിൽ റബ്ബ് എന്തിനാണ് ജീവിതം തന്നത് എന്ന വ്യക്തമായ ബോധം വേണം. തൗഹീദിന്റെയും സുന്നത്തിന്റെയും അടിത്തറയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വിശദമായി ചർച്ച ചെയ്തു. അതിന്റെ അടിത്തറയിൽ ജീവിതത്തിന്റെ എല്ലാ ഭാഗവും ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. എന്നാലേ രക്ഷപ്പെടും. അത് വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്, അതിഗംഭീരമായ ഒരു വിശേഷമാണ്. അത് നമ്മൾ പഠിക്കണം, അത് നമ്മൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും കാത്തിരിക്കേണ്ട ഒരു സംഗതിയുണ്ട്, മറ്റൊന്നുമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ ഒരു സംഘം അയറാബികൾ വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, ലോകം അവസാനിക്കുന്നത് എന്നാ? ലോകാവസാനത്തെക്കുറിച്ച് ഒരുപാട് താക്കീതുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. എമ്പാടും ആയത്തുകളുണ്ട്. ലോകാവസാനിക്കുന്നതിന് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഗാംഭീര്യവും ഗൗരവവും പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു സംഘം അയറാബികൾ പ്രവാചകന്റെ അരികിൽ വന്നിട്ട് ചോദിച്ചു, മത്തസ്സാഅ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? പ്രവാചകന് എന്നാണെന്ന് അറിഞ്ഞുകൂടാ, ഖിയാമത്ത് നാൾ എന്നാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അള്ളാഹ്ക്ക് മാത്രം അല്ലേ, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, അള്ളാഹുവിന്റെ അരികിൽ മാത്രമുള്ളതാണ് അന്തിമ നാളിനെ കുറിച്ചുള്ള വിവരം എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പ്രവാചകന്മാർക്ക് പോലും ഖിയാമത്ത് നാൾ എന്നാന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷേ ഖിയാമത്തിന്റെ കുറെ അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ അറാബികൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ഖിയാമത്ത് കാണുന്നവരാണ്, കാണേണ്ടവരാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഖിയാമത്ത് കണ്ടുപോയി. എന്താ സംഗതി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകാന യൻദുറു ഇലാ അസ്ഗരിഹിം ഫയഖൂൽ ഇൻ യഇശ് ഹാദാ ലാ യുദ്രികുൽ ഹറമു ഹത്താ തഖൂമ അലൈക്കും സഅതുക്കും. ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടിയെ ചൂണ്ടിയിട്ട് പ്രവാചകൻ പറഞ്ഞു, ഈ കുട്ടി മരിക്കാതെ കുറെ കാലം ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലോകാവസാനം സംഭവിക്കാതെ ഈ കുട്ടിക്ക് പ്രായമാവുകയില്ല, വയസ്സാവൂല. ഇപ്പൊ ലോകാവസാനം എന്ന് പറഞ്ഞാൽ മരണം. എൻ്റെ ലോകാവസാനം എൻ്റെ മരണമാണ്, നിങ്ങളെ ലോകാവസാനം നിങ്ങളെ മരണം. നമ്മൾ മരിച്ചാൽ നമുക്ക് ലോകം അവസാനിച്ചില്ലേ? അതുകൊണ്ട് ലോകാവസാനത്തെ കുറിച്ചുള്ള വേവലാതി നമ്മുടെ മരണവുമായുള്ള ചിന്തയിൽ തുടങ്ങണം. നമ്മൾ എത്ര മയ്യത്ത് നിസ്കരിച്ചു, നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ടവരുടെ, വാപ്പാന്റെ, വല്ലിപ്പാന്റെ, ചിലപ്പോൾ മക്കളുടെ, ഭാര്യയുടെ, ഭർത്താവിന്റെ, അടുത്തവരുടെ, പ്രിയപ്പെട്ട കൂട്ടുകാരുടെ, ചെറുപ്രായക്കാരുടെ, മുതിർന്നവരുടെ, പണ്ഡിതന്മാരുടെ, നമുക്ക് ഇഷ്ടപ്പെട്ട നേതാക്കന്മാരുടെ, അല്ലേ? ഒരുപാട് മയ്യത്ത് നിസ്കരിച്ചു, മയ്യത്ത് കുളിപ്പിച്ചു, മയ്യത്ത് മറമാടി, മയ്യത്ത് ഖബറിൽ നമ്മൾ ഇറക്കി വെച്ചു. പക്ഷെ നാളെ ഞാൻ മയ്യത്താകുമെന്നും എന്നെ കുളിപ്പിക്കുമെന്നും എന്നെ കഫൻ പുടവയിൽ പൊതിയുമെന്നും എനിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുമെന്നും എന്നെ ആ 6 അടി ആഴത്തിൽ ആ ഇരുട്ടുമുറിയിൽ കുഴിച്ചുമൂടി ബലവത്തായ കല്ലുകൾ വെച്ച് മണ്ണിട്ട് എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ മടങ്ങിപ്പോകുമെന്നും എല്ലാവരും മടങ്ങിപ്പോകുമ്പോൾ ആ ഇരുട്ടറയിൽ എന്നോട് എണീറ്റിരിക്കാൻ പറയുമെന്നും പരലോകത്തുള്ള അടിസ്ഥാന വിചാരണയ്ക്ക് മുമ്പേ ഖബറിൽ വെച്ച് റബ്ബ് എന്നോട് ചോദ്യം ചെയ്യാനായി ചില മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും നമ്മൾ ആലോചിക്കാറുണ്ടോ? അത് നമ്മൾ ഇടക്കൊന്ന് ആലോചിക്കണം. സത്യമല്ലേ? അത് മരണശേഷമുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? പഠിപ്പിക്കപ്പെട്ട കാര്യമല്ലേ? ഒരു ചോദ്യമുണ്ട് വിശുദ്ധ ഖുർആനിൽ, സൂറത്തുൽ ജാസിയ 45-ാമത്തെ അധ്യായത്തിൽ ഒരു ചോദ്യമുണ്ട്. അം ഹസിബല്ലദീന ജിത്തറഹുസ് സയ്യിആത്ത് അൻ നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് സവാഅം മഹിയാഹും വമമാതുഹും
സാഅ മാ യഹ്കുമൂൻ. തെറ്റ് ചെയ്ത ആളുകളെ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെ തന്നെ നമ്മൾ ആക്കുമെന്ന് അവർ വിചാരിച്ചോ? ലോകത്ത് ഒരുപാട് തെറ്റ് ചെയ്ത ആൾക്കാരാണ്. കൃത്യമായി നിസ്കരിക്കാത്തവർ, കള്ളുടിക്കുന്നവർ, കച്ചവടത്തിൽ കൃത്രിമവും കരിഞ്ചന്തയും പൂഴ്ത്തിയൊപ്പം നടത്തുന്നവർ, അശ്ലീലം ആസ്വദിക്കുന്ന, ഹറാമ് ചെയ്യുന്ന, കണ്ണുകൊണ്ടും കാതുകൊണ്ടുമൊക്കെ വ്യഭിചരിക്കുന്ന ആൾക്കാർ, തോന്നിയാസം ചെയ്യുന്ന ആൾക്കാർ, തിന്മകൾ പ്രവർത്തിക്കുന്ന ആളുകൾ, അങ്ങനെ ലോകത്ത് തോന്നിയതുപോലെ ജീവിക്കുന്ന നിഷേധികളുടെ, കാഫറിൻ്റെ, ഫാജറിൻ്റെ, മുനാഫിഖിൻ്റെ ജീവിതം നയിക്കുന്ന ആളുകളോട് പടച്ചോൻ ചോദിക്കുകയാണ്, ഇതിൽ നിന്നൊക്കെ വിട്ടിട്ട് സത്യവിശ്വാസികളായി സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത് തഖ്വയോടുകൂടി ജീവിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ ന്യൂനപക്ഷമാണെങ്കിൽ, നിങ്ങളും അവരും ഒരുപോലെയാണ് നിങ്ങൾ വിചാരിച്ചത്? ഭൗതികമായ മാനദണ്ഡം വെച്ച് ചിന്തിച്ചാൽ ശരിയല്ലേ? ഒരുപോലെ അല്ലേ? ആണല്ലോ. ഒരാൾക്ക്, ഒരു സത്യവിശ്വാസിക്ക് നല്ല കുടുംബജീവിതം നയിക്കാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുക, ഒരു അവിശ്വാസി ചിലപ്പോൾ നന്നായി കുടുംബജീവിതം നയിക്കും. ഒരു സത്യവിശ്വാസിക്ക് നല്ല പണം ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു അവിശ്വാസിക്ക് ചിലപ്പോൾ നല്ല അതിനേക്കാളും പണം ഉണ്ടാവും. ഒരു സത്യവിശ്വാസിക്ക് വലിയ രോഗമൊന്നുമില്ലാതെ അയാളങ്ങ് ദുനിയാവിൽ മരിക്കുന്നവരെ കഴിച്ചുകൊണ്ടിരിക്കുക, ഒരു അവിശ്വാസിയും അങ്ങനെ ജീവിച്ചത്. ചിലപ്പോൾ കള്ളത്തരം കാണിക്കുകയും കൃത്രിമം കാണിക്കുകയും ചെയ്ത ആൾക്ക് ദുനിയാവിലെ ജീവിതം കുറച്ച് സൗകര്യം കൂടുമല്ലേ? അവർക്ക് വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാവും, കൂടുതൽ പണം ഉണ്ടാവും, കൂടുതൽ വാഹനങ്ങൾ ഉണ്ടാവും, കൂടുതൽ ആളുകളുണ്ടാവും, അവരെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. ചിലപ്പോൾ തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ദുനിയാവിൽ ചിലപ്പം മെച്ചം തോന്നുക. പടച്ചോൻ ചോദിക്കുക, തെറ്റ് ചെയ്യുന്ന ആളുകളെ സത്യവിശ്വാസം സ്വീകരിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തീർക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഒന്നുകൂടി വ്യക്തമാക്കി, അതായത് സവാഅം മഹിയാഹും വമമാതുഹും, അവരുടെ ജീവിതവും അവരുടെ മരണവും ഒരുപോലെയാക്കി തീർക്കുമെന്നവർ വിചാരിക്കുന്നുണ്ടോ? തരെന്താ? ജീവിതം ഒരുപക്ഷെ ഒരുപോലെയാക്കും, മരണം അങ്ങനെ ആക്കൂലെന്ന്. ചില ആൾക്കാർ ഈ ആയത്ത് മാത്രം മുറിച്ചിട്ടേ സവാഅം മഹിയാഹും വമമാതുഹും, ജീവിതവും മരണവും ഒരുപോലെയാണെന്ന് ഖുർആനിലുണ്ട്, അതുകൊണ്ട് ഔലിയാക്കന്മാർ മരിച്ചു പോയാലും വിളിച്ചു പ്രാർത്ഥിക്കാന്നൊക്കെ പറയലുണ്ട്. ഇത് അതല്ല. ഈ ആയത്ത് നിങ്ങൾ ശരിക്കും ഒന്ന് പഠിക്കണം. സൂറത്തുൽ ജാസിയയിലാണ്, 21-ാമത്തെ ആയത്താണ്, 45-ാമത്തെ സൂറത്തുൽ ജാസിയ. അം ഹസിബല്ലദീന ഇജ്തറഹു സയ്യാത്ത്. ഇതിന്റെ ഉത്തരം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അവിശ്വാസിയുടെയും വിശ്വാസിയുടെയും ജീവിതം ഒരുപോലെ ആയിരിക്കാം, പക്ഷേ മരണവും അങ്ങനെയാക്കി തീർക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ജീവിതവും മരണവും ഒരുപോലെ തന്നെ ആക്കുമെന്ന് വിചാരിക്കണ്ട. ജീവിതത്തിൽ ഒരു പക്ഷേ അവിശ്വാസികളും വിശ്വാസികളും ഒരുപോലെ ആയിരിക്കും. രണ്ടു കൂട്ടർക്കും ചിലപ്പോൾ സുഖവും ഉണ്ടാവും, രണ്ടു കൂട്ടർക്കും ചിലപ്പോൾ ദുഃഖവും ഉണ്ടാവും. മരണം അങ്ങനെയല്ല. മരണത്തിൽ വിശ്വാസികൾക്ക് ദുഃഖമില്ല, അവിശ്വാസികൾക്ക് ദുഃഖമേ ഉള്ളൂ. മരണത്തിന് ശേഷം ഖബറിൽ വിശ്വാസികൾക്ക് ദുഃഖമില്ല, അവിശ്വാസികൾക്ക് ദുഃഖമേ ഉള്ളൂ. മഹ്ശറിൽ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ സത്യവിശ്വാസികൾക്ക് ദുഃഖമില്ല, അവിശ്വാസികൾക്ക് ദുഃഖമേയുള്ളൂ. വിചാരണ, റബ്ബിന്റെ വിചാരണ നേരിടുമ്പോൾ സത്യവിശ്വാസികൾക്ക് പ്രസന്നതയാണ്, ദുഃഖമില്ല. അവിശ്വാസികൾക്ക് ദുഃഖമേയുള്ളൂ. സ്വർഗം, അവിടെ സത്യവിശ്വാസികൾക്ക് ദുഃഖമില്ല. നരകം, അവിശ്വാസികൾക്ക് അവിടെ ദുഃഖം മാത്രമേയുള്ളൂ. മരണം വരെ അതല്ല കഥ. മരണം വരെ വിശ്വാസിക്കും സുഖമുണ്ട്, അവിശ്വാസിക്കും സുഖമുണ്ട്. വിശ്വാസികളും ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട്, അവിശ്വാസികളും ദുഃഖിക്കേണ്ടി വരാറുണ്ട്. മരണം വരെ ജീവിതത്തിന്റെ കാര്യം അങ്ങനെയാണ്. പക്ഷേ മരണം അങ്ങനെയല്ല. മരണം മുതൽ തുടങ്ങി വ്യത്യാസം. മരണം എപ്പോഴാ? മരണം അടുത്ത സെക്കൻഡ് സംഭവിക്കാം. മരണം എന്ന് പറയുന്നത് അടുത്ത സെക്കൻഡിൽ സംഭവിക്കാം. അത് സംഭവിച്ചാൽ അതോടുകൂടി വ്യത്യാസമായി. ആ വ്യത്യാസം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി പഠിപ്പിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വന്നാസിയാതി ഗർഖാ വന്നാശിതാതി നസ്താ. ആഴത്തിൽ മുങ്ങിച്ചെന്ന് ആത്മാവിനെ ഊരിയെടുക്കുന്ന മലക്കുകളാണേ സത്യം. സൗമ്യതയോടുകൂടി ആത്മാവിനെ അടർത്തി മാറ്റുന്ന മലക്കുകളാണേ സത്യം. മരിപ്പിക്കാൻ വേണ്ടി വരുന്ന മലക്കുകളെ സംബന്ധിച്ച് രണ്ട് നിലക്കാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഒന്ന്, ആഴത്തിൽ മുങ്ങി തപ്പി ആത്മാവിനെ പിടിച്ചു പറിച്ചെടുക്കുന്ന മലക്കുകൾ, നാസിയാത്ത് വന്നാസിയാത്ത് ഗർഖാ. രണ്ടാമത്തേത് വളരെ സൗമ്യതയോടുകൂടി കെട്ടഴിച്ചു വിടാം. കെട്ടഴിച്ചു വിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടിയിട്ടൊരു മൃഗത്തെ കയറം കഴിച്ചാൽ അങ്ങ് പോവില്ലേ? ഇതേപോലെ നമ്മുടെ ആത്മാവ് റബ്ബ് ഉദ്ദേശിച്ച ഒരു സ്ഥലത്ത്, ആത്മാവിനെ കുറിച്ച് റബ്ബിന് മാത്രമേ അറിവ്, ആരും ഗവേഷണം നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. യസ്അലൂനക റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, അത് റബ്ബിന് മാത്രം അറിയുന്ന ഒരു വിശേഷ. എവിടെയാണെങ്കിലും മലക്കുൽ മൗത്ത് വന്ന് ആത്മാവിനൊന്ന് അടർത്തും, അത് പുറത്തു വരും. സത്യവിശ്വാസിയുടെ മരണം അങ്ങനെയാണ്.
ഇത് രണ്ടും നല്ല വ്യത്യാസമുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. നിങ്ങൾക്കറിയാം, പണ്ട് ഇസ്രായേലുകളിൽപ്പെട്ട ഒരു കുറ്റവാളി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ജനങ്ങളോട് വാശിയും വൈരവുമായി നടന്ന ഒരു ശൂരൻ. ഒരുപാട് ആളുകളെ അയാൾ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ 99 എണ്ണായി. ഒരു പണ്ഡിതനെ കണ്ടപ്പോൾ ചോദിച്ചു, ഞാൻ 99 ആളെ കൊന്നിട്ടുണ്ട്, എനിക്കിപ്പോൾ കുറ്റബോധമുണ്ട്, പടച്ചോൻ തൗബ തരുമോ? എടാ പഹയ, 99 എണ്ണത്തെ കൊന്ന നിനക്ക് തൗബേ? ആ പൂതി നീ മനസ്സിൽ വെച്ചാൽ മതി. ഏതായാലും എനിക്ക് തൗബയില്ല, അയാളെയും കൊന്നു, 100 തയ്ച്ചു. 101 കണ്ടിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ നല്ല കുറ്റബോധത്തിലാണ്. എന്ത് പറ്റി? 100 ആളെ ഞാൻ എൻ്റെ ഈ വാളുകൊണ്ട് കൊന്നിട്ടുണ്ട്, പടച്ചോൻ എനിക്ക് മാപ്പ് തരുമോ? കൂമ്പാരം കണക്ക് തെറ്റ് ചെയ്താലും മനസ്സറിഞ്ഞ് തൗബ ചെയ്താൽ, ഇനി ആ തെറ്റ് ആവർത്തിക്കാതിരുന്നാലും അതിന് പകരമായി കൂടുതൽ നന്മ ചെയ്താലും, നീ മനസ്സ് തുറന്ന് റബ്ബിൻ്റെ മുന്നിൽ കരഞ്ഞു പറഞ്ഞാലും പടച്ചോൻ മാപ്പ് തരും. മനുഷ്യർക്ക് അത്രയേറെ അളവില്ലാതെ മാപ്പ് തരാൻ, അല്ലേ? അങ്ങനെയാണ് പടച്ചോനുള്ളതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അപ്പോൾ ആ ഒരു ഉപദേശം കൂടി കൊടുത്തു. ഇതൊരുപാട് ദോഷമുള്ള തെറ്റ് ചെയ്യുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു നാടാണ്. അതുകൊണ്ടാണ് നീ ഒരു കുറ്റവാളി ആയത്. ഇനി നീ കൊന്ന ആളുകൾ ആരെങ്കിലും നിന്നോട് പകരം ചോദിക്കുമ്പോൾ നീ അയാളെയും കൊല്ലും. അതുകൊണ്ട് ഈ നാട്ടിൽ നീ ഇനി ജീവിക്കരുത്. തൊട്ടടുത്ത് വേറൊരു നാടുണ്ട്, അവിടെ ഉള്ള മനുഷ്യർ പൊതുവെ നല്ലവരാണ്. ആ നല്ലവരുടെ നാട്ടിൽ ചെന്നാൽ നിനക്ക് ദീനൊക്കെ പഠിക്കുക, ദീനീബോധം ഉണ്ടാവും, പരലോകചിന്ത ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിൽ നീ ജീവിച്ചാൽ നിനക്ക് ഈ തെറ്റെന്നൊക്കെ മാറാനും തൗബ ചെയ്യാനും ആ തൗബയോട് കൂറ് പുലർത്താനൊക്കെ നിനക്ക് സാധിക്കും. അതുകൊണ്ട് നീ നാട് വിട്ടു പോകണമെന്ന് പറഞ്ഞു. അയാൾ നാട് വിട്ടു. ചെറിയ കുട്ടികൾക്ക് പോലും അറിയുന്ന ഒരു ചരിത്രമാണ് ഞാൻ പറയുന്നത്, കഥയല്ല. ഇത് നടന്നൊരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുതരാണ്. അങ്ങനെ അദ്ദേഹം നാട് വിട്ടുപോയി അടുത്ത നാട്ടിലേക്ക്. വളരെ താല്പര്യം, എത്രയും പെട്ടെന്ന് ആ നാട്ടിലെത്തണം, നല്ല മനുഷ്യനായി ജീവിക്കണം. പക്ഷെ അവിടെ എത്തിയില്ല. അതിനു മുമ്പ് അദ്ദേഹം മരിച്ചു. അദ്ദേഹം മരിക്കാറാകുന്ന സമയത്തെക്കുറിച്ച് ഹദീസിലൊരു പരാമർശമുണ്ട്. എന്താണെന്നറിയാമോ? 2 സംഘം മലക്കുകൾ അവിടെ വന്നു. നാസിയാത്തും വന്നു, നാശിത്താത്തും വന്നു. തെറ്റ് ചെയ്യുന്ന ആളുകളുടെ ആത്മാവ് പിടിച്ചെടുക്കേണ്ട മലക്കുകൾ കറുത്തിരുണ്ട വിരൂപികളായ ഭീകര സത്വങ്ങളായി മരിക്കാൻ പോകുന്ന ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മലക്കുകളും വന്നു. സുന്ദരന്മാരായ ശുഭ്രവസ്ത്രം ധരിച്ച മനോഹരമായ വേഷവിധാനത്തോടു കൂടി സൂര്യനെ പോലെ തിളങ്ങുന്ന മുഖമുള്ള ആയിരക്കണക്കിന് മലക്കുകൾ വന്നു. അവർ 2 കൂട്ടരും വന്നപ്പോൾ ഒരു ചെറിയ തർക്കം. ആരാപ്പ ഈ ആത്മാവിനെ കൊണ്ടുപോകേണ്ടത്? പിടിച്ചു പറിച്ചെടുക്കണോ അതോ വിളിച്ചാൽ വരുമോ? തർക്കമായി. അപ്പൊ 3ാമതൊരു സംഘം മലക്കുകളെ അള്ളാഹ് പറഞ്ഞയച്ചു. ആ മലക്കുകൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ 2 കൂട്ടരും തർക്കിക്കണ്ട, അള്ളാഹു ഇതിനൊരു പരിഹാരം വെച്ചിട്ടുണ്ട്. എന്താണ് ആ പരിഹാരം? ഇദ്ദേഹം ഒരു പാപിയായിരുന്നു, തൗബ ചെയ്യാൻ വേണ്ടി ഒരു നല്ല നാട്ടിലേക്ക് പോവാണ്. തൗബ അള്ളാഹു സ്വീകരിച്ചു എന്നതിനൊരു അടയാളം തന്നിട്ടുണ്ട്. എന്താ അടയാളം? തൗബ ചെയ്യേണ്ട നാട്ടിലേക്കാണ് അദ്ദേഹത്തിന് ദൂരം കുറവ് എങ്കിൽ അയാളുടെ തൗബ സ്വീകരിച്ചായിട്ട് കൂട്ടാം. തൗബ ചെയ്യേണ്ട നാട്ടിലേക്ക് അയാൾക്ക് ഇനിയും ഒരുപാട് ദൂരം ഉണ്ടെങ്കിൽ, അതായത് വന്നതിനേക്കാൾ കൂടുതൽ ദൂരം ഉണ്ടെങ്കിൽ, അയാൾ അങ്ങനെ തൗബ മനസ്സിൽ അത്ര തീരുമാനിച്ചിട്ടൊന്നുമില്ല എന്ന് കണക്കാക്കാം. അയാളെ കറുത്തിരണ്ട മലക്കുകൾക്ക് കൊണ്ടുപോവാം. അങ്ങനെ അവർ അളന്നു നോക്കി. മലക്കുകൾ വളരെ വേഗം സ്ഥലം അളന്നപ്പോൾ തൗബ ചെയ്യുന്ന നാട്ടിൽ കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് തൗബ ചെയ്യാനുള്ള മനസ്സിൻ്റെ ആ താല്പര്യം അത് തൗബയായി പരിഗണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയും അദ്ദേഹത്തെ മറ്റേ മലക്കുകൾ പിന്മാറും ചെയ്തു. ഞാൻ ഈ ചരിത്രം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് പറഞ്ഞല്ല. പിന്നെ ഇവിടെ 2 സംഘം മലക്കുകൾ വന്നു എന്ന് പറഞ്ഞു അല്ലേ? 2 സംഘം മലക്കുകൾ. ആ 2 സംഘം മലക്കുകളെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കണം, മരണം ഒരു യാഥാർത്ഥ്യമാണ്. ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു കയറാൻ പറ്റില്ല. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ കരുണാവാരിധിയായ പടച്ചവൻ നമുക്ക് ഒരുപാട് നന്മകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ സംരക്ഷകരായി അള്ളാഹു ചില മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. സൂറത്തു റഅദിലെ 11ാമത്തെ ആയത്തിൽ കാണാം, നമ്മൾ നടന്നു പോകുന്ന നമ്മുടെ മുന്നിലൊരു മലക്ക്, പിറകിലൊരു മലക്ക്. അള്ളാഹുവിൻ്റെ കൽപ്പനയുള്ളിടത്തോളം കാലം ആ മലക്കുകൾ പല രൂപത്തിൽ നമ്മൾ അറിയാത്ത ഒരു വഴിയിൽ. പക്ഷേ മലക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. ഹാജറ ബീവി കാലിട്ടടിച്ച ഇസ്മായിൽ അലൈഹിസ്സലാമിന് വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് അവിടെ ആ ജിബ്രീലിന്റെ ചിറക് കൊണ്ട് നിലത്തൊന്ന് തഴുകി, ഒന്ന് തട്ടി. അവിടെ നിന്നാണ് സംസം ഉണ്ടായത്. ഇസ്മായിൽ കാലിട്ട് അടിച്ചപ്പോഴല്ല സംസം ഉണ്ടായത്, കാലിട്ടടിച്ച സ്ഥലം എന്ന് കൂട്ടിയാൽ മതി. ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ വന്നു. ഹാജറ ബീവിക്ക് സംരക്ഷണം കൊടുക്കാൻ ജിബ്രീലിനെ തന്നെ പറഞ്ഞയച്ചു എന്നർത്ഥം. ഇങ്ങനെയുണ്ട്, മുന്നിലും പിറകിലൊക്കെ ഉണ്ടാവും.
എല്ലാ വിഷയത്തിലല്ല, അള്ളാഹു പറയുന്നിടത്തോളം കാലം അവർ നമുക്ക് സംരക്ഷകരായി നിൽക്കും. സത്യവിശ്വാസിക്ക് ഒരു കരുത്തും ആത്മവിശ്വാസവും പകരുന്ന സന്തോഷ വർത്തമാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഖുർആനിൽ രണ്ടിടത്തുണ്ട്. ഒന്ന് സൂറത്തു റഅദ് 13-ാമത്തെ സൂറത്തിലെ 11-ാമത്തെ ആയത്ത് വിശദീകരിക്കേണ്ട മറ്റൊരു വിഷയമാണ്. എന്നാൽ ഞാൻ ഇപ്പോൾ വായിക്കുന്നത് സൂറത്തു അൽ അൻആമിലെ 61-ാമത്തെ ആയത്ത്. ഇതേ വിശേഷം പറയാം. വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദി വയുർസിലു അലൈക്കും ഹഫള ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത് തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫർരിതൂൻ. വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദി, അള്ളാഹു തന്റെ അടിയാറുകളുടെ മേൽ അവൻ ഇച്ഛിക്കുന്ന പ്രകാരം അധികാരം ചെലുത്തുന്നവനാണ്. വയുർസിലു അലൈക്കും ഹഫള, തന്റെ അടിമകളെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു മലക്കുകളെ അയക്കാറുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത്, അവർക്ക് മരണം വന്നെത്തുന്നതുവരെ, നിങ്ങളിൽ ഒരാൾക്ക് മരണം വന്നെത്തുന്നതുവരെ. ഈ മലക്കുകളുടെ ഡ്യൂട്ടി എത്ര വരെയുള്ളൂ? മരണം വരുന്നവരെ. മരണത്തിന്റെ സമയം വന്നാലോ തവഫത്തുഹു റുസുലുനാ, നമ്മുടെ ആ ദൂതന്മാർ ആ ആത്മാവിനെ ഏറ്റെടുക്കും. വഹും ലാ യുഫർരിതൂൻ, അവർ ഒട്ടും വീഴ്ച വരുത്തുകയില്ല. മരിക്കേണ്ട സമയം വന്നാൽ അതിൽ ഒട്ടും വീഴ്ചയില്ല. വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. നമ്മളൊക്കെ എന്നാ ജനിച്ചതെന്ന് ചോദിച്ചാൽ, ആ ജനിച്ചത് എന്നാന്ന് ചോദിച്ചാൽ ഒരു സമയമുണ്ട് അല്ലേ, ഒരു ദിവസം. ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സമയമില്ലേ? ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് ലേറ്റ് ആവാനുള്ള കാരണം തന്നെ എൻ്റെ അനുജൻ്റെ ഭാര്യ പ്രസവിച്ചു. അപ്പോൾ ഞാൻ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോയതാണ്. ഞാൻ ആലോചിച്ചൊക്കെ ഒരു കറക്റ്റ് സമയം, പുലർച്ചെ ഒരു കൃത്യമായ സമയം. ഇതുപോലെ എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ട്. ഇതുപോലെ ഡേറ്റ് ഓഫ് ഡെത്തും ഉണ്ട് കേട്ടോ. ഇനി നമ്മളൊക്കെ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും മരണമില്ലാത്തൊരു പ്രതിഭാസം ഉണ്ടാകുമെന്ന് ആരും വിചാരിക്കണ്ട. ആ മോഹം മനസ്സിൽ വെച്ചാൽ മതി. കുല്ലു മൻ അലൈഹാ ഫാൻ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും മരിക്കണം, നശിക്കണം എന്ന അള്ളാന്റെ തീരുമാനമാണ്. അത് ഖിയാമത്ത് നാൾ വരെ എത്ര ശാസ്ത്രം വികസിച്ചാലും വലിയ വലിയ കോടീശ്വരന്മാര് കോടിക്കണക്കിന് ഡോളറുകൾ ബാങ്കിലിട്ട് സൂക്ഷിക്കുന്നുണ്ട്. എങ്ങാനും ആത്മാവ് നിലനിർത്താവുന്ന, ജീവൻ നീട്ടാവുന്ന വല്ല സംഗതിയും കണ്ടുപിടിച്ചാൽ ശരീരം എംബാം ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുക, ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുക. എന്തിന്? വലിയ കോടീശ്വരന്മാർ വലിയ പൈസ ചിലവാക്കിയിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചാലുണ്ടല്ലോ ആത്മാവ് തിരിച്ചു വരാൻ പറ്റിയ വല്ല വഴിയും. എൻ്റെ പൈസ ചിലവാക്കിയിട്ട് ഞാൻ തന്നെ ആയിക്കോട്ടെ ആദ്യത്തേത്. അതൊരു പൂതിയാണ്, ഒരു മോഹം മാത്രമാണ്, വ്യാമോഹം മാത്രമാണ്. എല്ലാവരും മരിക്കണം. അതാ ഖുർആൻ പറഞ്ഞത് തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫർരിതൂൻ, നമ്മുടെ ദൂതന്മാർ അവർ ഏറ്റെടുക്കും, അതിലൊട്ടും വീഴ്ച വരുത്തുകയില്ല. മനസ്സിലായില്ലേ? വലികുല്ലി ഉമ്മത്തിൻ അജൽ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. എല്ലാ ഉമ്മത്തിനും അവധിയുണ്ട്. ആ അവധി വന്നാൽ അത് അവർ മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യപ്പെടുന്ന പ്രശ്നമില്ല. മരണത്തിന്റെ സമയമെത്തിയാൽ ഒരാൾ ജനിക്കേണ്ട ഒരു സമയമുണ്ടല്ലോ അല്ലേ? ഡോക്ടർ പറഞ്ഞു 1 മാസം കൂടി കഴിഞ്ഞിട്ട് പ്രസവിക്കണം എന്ന് പറഞ്ഞാൽ 1 മാസം നേരത്തെ പ്രസവിച്ചു. ഒക്കെ നമ്മളങ്ങനെ, അത് പടച്ചോന്റെ ടൈം ഇതാണ്, ഡോക്ടർ ടൈമല്ല. മരണവും അങ്ങനെ തന്നെ. റബ്ബ് നിശ്ചയിച്ച സമയം ഡോക്ടർ പറയാണ്. ചിലപ്പോൾ നമ്മൾ ഈ മരുന്നൊക്കെ കൊടുത്ത് ഇത്ര ചിലവാക്കിയാൽ ഒരാഴ്ചയും കൂടിയൊക്കെ നീട്ടി കിട്ടിയെന്ന് വരും. പക്ഷെ അന്ന് തന്നെ ആൾ മടങ്ങും. ചിലപ്പോൾ ഡോക്ടർ പറയും വിളിക്കാനുള്ളവരൊക്കെ വിളിച്ചോട് 2 ദിവസത്തിനപ്പുറം പോകില്ല, അയാൾ ചിലപ്പം 6 മാസം കൂടി പോയിന്നും വരും. റബ്ബിന്റെ സമയം അത് ഖണ്ഡിതമാണ്, അത് സുനിശ്ചിതമാണ്. അറിയാമോ? ഒരു മാറ്റവും അതിൽ വരില്ല. 1 സെക്കൻഡ് പോലും നേരത്തെ മരണം സംഭവിക്കില്ല, 1 സെക്കൻഡ് പോലും വൈകുകയുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിലെ 34-ാമത്തെ ആയത്ത്. ഇനിയോ സൂറത്തു ആൽ ഇംറാനിലെ 145-ാമത്തെ ആയത്ത്, വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹ് കിതാബൻ മുഅജ്ജല. ഒരാളും മരിക്കുകയില്ല അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ചല്ലാതെ. അത് രേഖയിലുണ്ട്, അത് അവധി നിർണയിക്കപ്പെട്ടതാണ്. നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് മരിക്കണം, അതിന് സമയം വെച്ചിട്ടുണ്ട്. അന്ന് ഞാൻ നിങ്ങളൊക്കെ പിരിയണം. എവിടെയാണെങ്കിലും ഏതെല്ലാം സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടെങ്കിലും, എത്ര വലിയ Z കാറ്റഗറി ഉള്ള സെക്യൂരിറ്റി നമുക്ക് നൽകപ്പെട്ടാലും ബാക്കി എല്ലാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയേക്കും, മരണത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല. അതാ സമയം വന്നാൽ ഞാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, ഞാൻ രാഷ്ട്രപതിയാണ്, ഞാൻ വലിയ കോടീശ്വരനാണ്, അതൊന്നും പടച്ചോണ്ട് പറയണ്ട. വലിയ ഫിറോനുമാരും നമ്പൂതുമാരൊക്കെ കഴിഞ്ഞു പോയി. ആ സമയം വന്നപ്പോൾ ആരും രക്ഷപ്പെടില്ല. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും, നിങ്ങൾ ഭദ്രമായ കോട്ടകൊത്തളങ്ങൾക്കകത്താണെങ്കിലും ശരി. സൂറത്തു നിസായിലെ 77-ാമത്തെ ആയത്ത് അല്ലേ? ചിലപ്പോൾ സുബൈക്ക് എണീക്കാത്ത ആൾ 3 മണിക്കൊക്കെ എണീക്കും, നല്ല തണുപ്പുള്ള ദിവസമാണെങ്കിലും.
മനസ്സിലായില്ലേ? ഈ ജനുവരി ഫെബ്രുവരി മാസമൊക്കെ ആണെങ്കിലും സുബൈക്ക് എണീക്കാത്ത ചില മനുഷ്യന്മാരും കാണാം ഒരു 3 മണിക്കൊക്കെ എണീക്കണം. നിസ്കരിക്കാനൊന്നല്ല, പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇനി ഈ തടി കൂടിയാൽ എടാ നിനക്ക് അധികം ആയുസില്ല, അപ്പം തടി കുറയ്ക്കണമെങ്കിൽ സുബൈക്ക് എണീറ്റ് നടക്കണം. അപ്പം മരണത്തിൽ നിന്ന് കഴിച്ചില്ലാന്ന് വിചാരിച്ച് സാധു നേരത്തെ എണീറ്റ് കിതച്ച് നടക്കുക റോഡിൻ്റെ സൈഡിൽ കൂടെ അല്ലേ, മരണത്തെ പേടിച്ച് ഓടുകയാണ് ചില ആൾക്കാർ. എന്ത് തടിയൊന്ന് കുറയ്ക്കാൻ, അല്ലെങ്കിൽ വൈകാതെ ബ്ലോക്കുകൾ കൂടും, രക്ഷപ്പെടാൻ പറ്റൂല, അങ്ങനെ എന്നിട്ട് കൊഴുപ്പൊക്കെ ഒന്ന് കുറയ്ക്കേണ്ടതുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോന്നിങ്ങനെ പരിശോധിച്ച് ലാബിൽ നിന്ന് റിസൾട്ട് വന്ന് ഇരിക്കുന്ന നേരത്ത് മനുഷ്യനൊന്ന് ഒരുങ്ങി ഓടുകയാണ്. എന്തിനാ ഓടുന്നത്? മരണത്തിൽ നിന്നാ കേട്ടോ ഈ ഓട്ടം. ഖുർആൻ പറഞ്ഞെന്താ? ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻ, നിങ്ങൾ പേടിച്ചോടുന്ന ആ മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. എത്ര ഓടിയാലും എവിടെ വരെ ഓടുള്ളൂ? റബ്ബർ ഡേറ്റ് വെച്ചിട്ടുണ്ട്, അന്ന് വരെ ഓടുള്ളൂ, അതിൻ്റെ അപ്പുറത്ത് ഓടൂല. ഇതിൻ്റെ അർത്ഥം മരണത്തെ ശ്രദ്ധിക്കേണ്ടതില്ല എന്നോ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല എന്നൊന്നല്ല. അതൊക്കെ നമ്മൾ ചെയ്യണം. പടച്ചവനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ മരുന്ന് കുടിക്കണം, ഓടാൻ പറഞ്ഞാൽ ഓടണം, നടക്കാൻ പറഞ്ഞാൽ നടക്കണം, മരുന്ന് കുടിക്കാൻ പറഞ്ഞാൽ മരുന്ന് കുടിക്കണം, കിടക്കാൻ പറഞ്ഞാൽ കിടക്കണം, ഒക്കെ ചെയ്യണം. പക്ഷേ അതുകൊണ്ട് മരണത്തിൽ നിന്ന് കഴിച്ചിലാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹു ആ നിശ്ചയിച്ച സമയം വന്നാൽ, എന്നിട്ട് റസൂലുള്ളാഹി ഒരു ഹദീസ് പറഞ്ഞു, സൂറത്തുൽ ജുമുഅയിലെ നിങ്ങൾക്ക് മനഃപ്പാഠമുള്ള ഈ ആയത്ത് ഓതി കേൾപ്പിച്ചിട്ട് പ്രവാചകൻ പറയാ, ഇദാ അറാദല്ലാഹു ഖബ്ല അബ്ദിൻ ബിഅർളിൻ ജഅല ലഹു ഫിഹാ ഹാജ, ഒരാൾ ഒരു നാട്ടിൽ മരിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ നാട്ടിൽ അയാൾക്കൊരാവശ്യം അള്ളാഹ് കൊടുക്കും. ഞാൻ വല്ലപ്പുഴയിൽ മരിക്കണം എന്നാണ് അള്ളാഹ് പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്നെ പരിപാടിക്ക് വിളിക്കും, 3-ാം തീയതി പരിപാടിക്ക് വരണമെന്ന് എന്നോട് പറഞ്ഞാൽ എനിക്ക് 2-ാം തീയതി ഒഴിവുള്ളൂ എന്ന് ഞാൻ പറയും. ഞാൻ 2-ാം തീയതി വരും, എന്നിട്ട് ഇവിടെ വരും, ഒന്നുകിൽ വാഹനം, അല്ലെങ്കിൽ ഒരു നെഞ്ഞുവേദന, അല്ലെങ്കിൽ എന്ത്, എൻ്റെ മയ്യത്ത് നിങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടി എൻ്റെ വീട്ടിലെത്തിക്കും. ഇതെല്ലാവരുടെ കാര്യവും ഇതാ. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസി മരണത്തെ ബേജാറായി ജീവിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ ബേജാറാകേണ്ട വേറെ ചില കാര്യമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അതാലോചിച്ചോളൂ. എന്താ സംഗതി? അത് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങൾക്കറിയാമോ? പ്രവാചകന്റെ പ്രിയ പത്നി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ദുആ ചെയ്യുകയാണ്. ഒരു ഹറാമായ ദുആയൊന്നുമല്ല, പക്ഷെ ഒരു അത്യാവശ്യമില്ലാത്ത ദുആയാണ്. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ അംതീനി ബിസൗജി റസൂലില്ലാ വബി അബി സുഫിയാൻ വബി അഖീ മുആവിയ, പടച്ചവനെ എൻ്റെ ആയുസ് നീട്ടിത്തരണേ, എൻ്റെ ഭർത്താവ് റസൂലിന്റെ കൂടെ സുഖമായി ജീവിക്കാൻ, എൻ്റെ വാപ്പ അബൂ സുഫിയാന്റെ കൂടെ സുഖമായി ജീവിക്കാൻ, എൻ്റെ സഹോദരൻ മുആവിയയുടെ കൂടെ സുഖമായി ജീവിക്കാൻ, ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ നുകരാൻ വേണ്ടി എൻ്റെ ആയുസ് ഒന്ന് നീട്ടിത്തരണമേ. ഒരു അപകടമുള്ള ദുആയൊന്നുമല്ല. ആയുസ് നീട്ടാൻ ദുആ ചെയ്യാം, പക്ഷെ ദുനിയാവിന് വേണ്ടി ആയുസ് നീട്ടാൻ ദുആ ചെയ്യരുത്. ആയുസ് നീട്ടിക്കിട്ടിയിട്ട് അത്രയും വിഭാഗത്തൊക്കെ എടുത്ത് നല്ലതൊക്കെ ചെയ്ത് പരലോകത്തെത്താൻ വേണ്ടി ദുആ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഇതങ്ങനല്ല. ഇവർ ദുആ ചെയ്തത് റസൂലിന്റെ കൂടെ, അബൂ സുഫിയാന്റെ കൂടെ, മുആവിയന്റെ കൂടെ, ഒന്ന് ഭർത്താവാണെന്ന്, വാപ്പയാണെന്ന്, സഹോദരനാണ്, അവരെ കൂടെ എനിക്ക് സുഖമായി ജീവിക്കാൻ പടച്ചവനെ സൗകര്യം തരണേ ദുആ. അതിന് കുഴപ്പമൊന്നുമില്ല. ദുനിയാവും ചോദിക്കാം, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. ഇസ്ലാം ഹറാമാക്കിയിട്ടൊന്നുമില്ല. പക്ഷെ പ്രവാചകൻ അത്ര പ്രോത്സാഹിപ്പിച്ചില്ല. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ് ഞാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഹബീബ ബീവിയോട് പറഞ്ഞു, സ്വഹീഹ് മുസ്ലിമിൽ 2663 നമ്പർ ഹദീസ്. എന്താ പറഞ്ഞത്? ലഖദ് സഅൽതില്ലാഹ ലിആജാലിൻ മദ്റൂബ വഅയ്യാമിൻ മഅദൂദ വഅർസാഖിൻ മഖ്സൂമ. മോളെ ഉമ്മു ഹബീബ, നീ ഇപ്പൊ ചോദിച്ചത് അള്ളാഹു നിശ്ചയിക്കപ്പെട്ട ഓഹരി നീട്ടിത്തരാനാ, നിർണയിക്കപ്പെട്ട സമയം കൂട്ടിത്തരാനാ, വിഹിതമാക്കപ്പെട്ട ഭക്ഷണം വർദ്ധിപ്പിക്കാനാ. എത്ര കിട്ടണം ഭക്ഷണം മരിക്കാൻ അള്ളാഹ് എഴുതി വെച്ചിട്ടുണ്ട്. ആയുസ് എത്രയാ അള്ളാഹ് എഴുതി വെച്ചിട്ടുണ്ട്. നിന്റെ ഓഹരി എത്രയാ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അതാണിപ്പം നീ അള്ളാഹിനോട് ചോദിച്ചത്, നിശ്ചയിക്കപ്പെട്ട സംഗതി. എന്നിട്ട് റസൂൽ പറയാണ്, ലൻ യുഅജ്ജല ശൈഉൻ ഖബല ഹില്ലി വലൻ യുഅഖിറല്ലാഹു ശൈഅൻ ബഅദ ഹില്ലി. നീ ചോദിച്ച കാര്യം ഒന്നുപോലും സമയമാകാതെ കിട്ടുകയില്ല. അതിലൊന്നെങ്കിലും സമയമായാൽ നഷ്ടമാകാതിരിക്കുകയുമില്ല, സമയമായാൽ കിട്ടാതെ പോവുകയുമില്ല. നീ ഇപ്പൊ ചോദിച്ച കാര്യമുണ്ടല്ലോ, സമയം വരുമ്പോൾ കിട്ടും. ഭർത്താവിൻ്റെ കൂടെയുള്ള സന്തോഷം, വാപ്പാൻ്റെ കൂടെയുള്ള ആശ്വാസം, ഇതൊക്കെ സമയം വരുമ്പോൾ കിട്ടും, സമയം വരാതെ കിട്ടൂല. ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ, ദുനിയാവിലെ വിഭവങ്ങൾ, ദുനിയാവിലെ ഭക്ഷണം, ദുനിയാവിലെ ആയുസ്, അത് റബ്ബ് എത്രയാണോ വിധിച്ചത്, എപ്പോഴാണോ വിധിച്ചത്, ആ സമയത്ത് കിട്ടും. അതേപ്പറ്റി അതിരുവിട്ട് വെപ്രാളപ്പെടേണ്ടതില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ വാചകം ഹൃദയത്തിൽ സൂക്ഷിച്ചോളൂ. വലൗ കുന്തി സഅൽതില്ലാഹ അൻ യുഈദക മിൻ അദാബിൻ ഫിന്നാർ
ഔ അദാബിൻ ഫിൽ ഖബർ കാന ഖൈറൻ ഔ അഫ്ളൽ. ഉമ്മു ഹബീബ, പകരം നീ നരകത്തിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷ തരണമെന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിച്ചിരുന്നുവെങ്കിൽ അതായിരുന്നു നല്ലത്, അതായിരുന്നു ഏറ്റവും ഉത്കൃഷ്ടമായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനേക്കാൾ ഗൗരവത്തിൽ ചോദിക്കേണ്ടത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യം. നേരത്തെ കണ്ട 2 പരാതി പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞത് വളരെ ഗൗരവമുള്ള, അതാണ് പേടിക്കേണ്ടത്. മരണത്തല്ല പേടിക്കേണ്ടത്, മരിച്ചു കഴിഞ്ഞാലുള്ള ഖബർ, അത് കഴിഞ്ഞാലുള്ള നരകം. ആ നരകമോചനവും ഖബർ ശിക്ഷയുടെ കെടുതിയിൽ നിന്നുള്ള മോചനവും നീ ചോദിച്ചിരുന്നുവെങ്കിൽ അതായിരുന്നു നിനക്ക് നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരിക്കൽ അൻസാരിയായ ഒരു യുവാവ് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മയ്യത്ത് മറമാടാൻ വേണ്ടി ഖബർസ്ഥാനിലേക്ക്, ബഖയിലേക്ക് പോയി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും. അദ്ദേഹത്തിന്റെ മയ്യത്ത് മറമാടാൻ വേണ്ടി ഖബർ കുഴിച്ചിട്ടില്ല, ലഹദ് കുഴിച്ചിട്ടില്ല. അതിനു മുമ്പ് പ്രവാചകൻ ഒരു ഉപദേശം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആള് കൂടുമ്പോൾ ഉപദേശിക്കും. മരണ നേരത്ത് ഉപദേശിക്കാറുണ്ട്, മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഉപദേശം കൊടുക്കാറുണ്ട്. ഈ നേരത്തെ ഒരു ക്ലാസ് ഒന്നും വെക്കണം, ആ നേരത്തൊക്കെ പ്രവാചകൻ ക്ലാസ് കൊടുക്കാറുണ്ട്. കല്യാണത്തിന്റെ സമയത്ത് അങ്ങനെ ആള് കൂടുന്ന നേരത്തൊക്കെ ആവശ്യമായ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്. അങ്ങനെ പ്രവാചകൻ അവിടെ വെച്ച് മരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നേരത്തെ ഞാൻ ചോദിച്ചില്ലേ, സത്യവിശ്വാസിയും സത്യനിഷേധിയും അവരുടെ ജീവിതവും മരണവും സമമാണെന്നാണോ വിചാരം? സാമായക്കുമോൻ, അവരുടെ തീരുമാനം എത്ര ചീത്തയാണ്. ജീവിതം ഒരുപക്ഷെ സമമായിരിക്കാമെന്നാൽ മരണം അങ്ങനെയല്ല കേട്ടോ. വിശ്വാസിയുടെ മരണം വേറെ, നിഷേധിയുടെ മരണം വേറെ. ഞാൻ പറഞ്ഞു 2 കൂട്ടം മലക്കുകളുണ്ട്. സത്യവിശ്വാസി മരിക്കാൻ നേരത്ത്, ഒരു സത്യവിശ്വാസി മരിക്കാൻ നേരത്ത് പ്രത്യേകമായ സുന്ദരന്മാരായ മലക്കുകൾ ഇറങ്ങി വരും. 1000കണക്കിന് മലക്കുകൾ ഒരു വിശ്വാസി മരിക്കുമ്പോൾ ഇറങ്ങി വരും. നമുക്ക് ചിലപ്പം നാട്ടിൽ വലിയ നിലയും വിലയൊന്നും കൊടുക്കാത്ത ആളായിരിക്കും, പടച്ചോനെടുത്ത് വലിയ വില ഉണ്ടാവും തൗഹീദുള്ള ആളാണെങ്കിൽ. നാട്ടിൽ ചിലപ്പോൾ അയാൾ സമ്പന്നനാവൂല, വലിയ വിദ്യാസമ്പന്നനാവൂല, അതേപോലെ തന്നെ പദവിയുള്ള ആളാവൂല, അയാളെ അധികാരക്കും പരിചയം ഉണ്ടാവൂല. പക്ഷേ നല്ല തൗഹീദിൽ ജീവിച്ച്, സുന്നത്തിൽ ജീവിച്ച്, നന്മയിൽ ജീവിച്ച് മരിച്ചൊരു മനുഷ്യനാണ് എന്ന് വെക്കാം. അങ്ങനെയുള്ള ആളാണെങ്കിൽ അയാളെ സ്വീകരിക്കാൻ അള്ളാഹു 1000കണക്കിന് മലക്കുകളെ പറഞ്ഞേക്കും. അങ്ങനത്തെ 2 ടീമാണ് നേരത്തെ ഇസ്രായേലി മരിക്കാൻ നേരത്ത് തർക്കിച്ചത്. ഒരു മലക്കല്ല, ഒരു സംഘം. ഒരാൾ മരിച്ചാൽ ആരാണെങ്കിലും ശരി, ഈ വല്ലപ്പുഴയുടെ മൂലയിൽ താമസിക്കുന്ന ഒരു സാധാരണക്കാരനായ സത്യവിശ്വാസി മരിച്ചാൽ 1000 മലക്കുകൾ ഇറങ്ങി വരും. മരിക്കാൻ പോകുന്ന ആൾ മാത്രം ആ മലക്കനെ കാണും. അതിനാ മരണലഹരി എന്ന് പറയാം. ദുനിയാവ് എൻ്റെ കണ്ണെന്ന് ഇങ്ങനെ മറിഞ്ഞിട്ട് ആ മലക്കുകൾ ഇങ്ങനെ തെളിയും. മരിക്കാൻ നേരത്തെ ഉള്ള തരുന്നൊരവസ്ഥയാണ്. ആ മരണത്തെക്കുറിച്ചാണ് മരണലഹരി. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. മരണലഹരി മരണവുമായി വന്നു കഴിഞ്ഞു, നിനക്കതിൽ നിന്നൊരിക്കലും ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല.